സെക്കൻഡ് ഇയറിലെ മൂന്നാമത്തെ ചാപ്റ്ററായ മെട്രിസസിലേക്ക് എല്ലാ വിദ്യാർത്ഥികളെയും സ്വാഗതം ചെയ്യുന്നു. ഫസ്റ്റ് ഇയറിലെ ഒരു ചാപ്റ്ററിൻ്റെയും കണ്ടിന്യൂവേഷൻ അല്ല മെട്രിസസ് എന്ന ചാപ്റ്റർ. എന്നാൽ ഈ വർഷം തന്നെ ഇതിൻ്റെ തുടർച്ചയായി ഡിറ്റർമിൻസ് എന്ന മറ്റൊരു അധ്യായം ഇതിൻ്റെ തുടർച്ചയായിട്ട് തന്നെ വരുന്നുണ്ട്. സാമാന്യ എളുപ്പമായ മെട്രിസസ് എന്ന ചാപ്റ്റർ എല്ലാ വിദ്യാർത്ഥികളും വളരെ കാര്യമായി പഠിക്കണമെന്ന് മെട്രിസസ് എന്ന ചാപ്റ്ററാണ് നമ്മൾ അടുത്തായിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. ഞാൻ ഈ ബോർഡിനെ കുറച്ച് റെക്ടാങ്കുലർ അറേഞ്ച്മെൻറ്റ് ഓഫ് നമ്പേഴ്സ് ഓർ ഫങ്ഷൻസ് ആണ് എഴുതിയിരിക്കുന്നത്. ഇത് നോക്കി, ഈ ഒരു ഇങ്ങനെയുള്ള ഈ സ്ക്വയർ ബ്രാക്കറ്റിനകത്ത് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഒരു ബ്രാക്കറ്റിനകത്ത്, സിമ്പിൾ ബ്രാക്കറ്റിനകത്ത് കുറച്ച് നമ്പേഴ്സ്, ഇവിടെ 5, 8, 7, 2, 3, 4, ഇവിടെ കുറച്ച് നമ്പേഴ്സ് നെഗറ്റീവും പോസിറ്റീവായ നമ്പേഴ്സ് ഉണ്ട്. ഇവിടെ 2+i എന്ന് പറഞ്ഞാൽ കോംപ്ലക്സ് നമ്പേഴ്സും വരുന്നുണ്ട്, i എന്നൊക്കെ പറയുന്നത്. ബാക്കി ഇതെല്ലാം റിയൽ നമ്പറും ഇതിനിടയ്ക്ക് ഇവിടെ കോംപ്ലക്സ് നമ്പർ കയറി വരുന്നുണ്ട്. പിന്നെ sin x cos x log x എന്ന് പറയുന്ന കുറച്ച് ഫംഗ്ഷനും ഒക്കെ വരുന്നുണ്ട്. അപ്പം ഇങ്ങനെയുള്ള നമ്പേഴ്സ്, ഈ നമ്പേഴ്സ് എന്ന് പറയുമ്പോൾ റിയൽ നമ്പർ ആകാം, കോംപ്ലക്സ് നമ്പർ ആകാം, അല്ലെങ്കിൽ ഫംഗ്ഷൻസ് ആകാം. ഇങ്ങനെയുള്ള ഈ നമ്പേഴ്സിൻ്റെയോ അല്ലെങ്കിൽ ഈ ഫംഗ്ഷൻസിൻ്റെയോ ഒരു റെക്ടാങ്കുലർ അറേഞ്ച്മെൻറ്റ്, ദാറ്റ് അറേഞ്ച്മെൻറ്റ് ഈസ് റിട്ടൺ വിത്തിൻ ദിസ് സ്ക്വയർ ബ്രാക്കറ്റ് ഓർ സിമ്പിൾ ബ്രാക്കറ്റിൽ ഏത് ബ്രാക്കറ്റ് വേണമെങ്കിലും നമ്മൾ ഉപയോഗിക്കാം. അങ്ങനെയുള്ള ഒരു റെക്ടാങ്കുലർ അറേഞ്ച്മെൻറ്റിനെയാണ് നമ്മളെന്ന് പറയുന്നത് മെട്രിസസ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കിവിടെ ഒരു മെട്രിക്സ് എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ്? ഇറ്റ് ഈസ് എ റെക്ടാങ്കുലർ അറേഞ്ച്മെൻറ്റ്. ഇറ്റ് ഈസ് ആൻ ഓർഡേർഡ് rectangular arrangement of numbers or functions. Numbers or functions. ഇതാണ് ഒരു മെട്രിക്സിൻ്റെ ഡെഫിനിഷൻ തന്നെ. അതാണ് മെട്രിക്സ് ഇസ് ആൻ ഓർഡേർഡ് റെക്ടാങ്കുലർ അറേഞ്ച്മെൻറ്റ്. റെക്ടാങ്കുലർ ഇവിടെ നമ്മൾ ലെങ്ത് ബ്രെഡ്ത്ത് എന്നൊക്കെ പറയുന്ന പോലെ റെക്ടാങ്കുലർ അറേഞ്ച്മെൻറ്റ് ഓഫ് നമ്പേഴ്സ് ഓർ ഫങ്ഷൻസ് ഈസ് കോൾഡ് എ മെട്രിക്സ്. അപ്പോൾ ആ മെട്രിക്സ് നമുക്ക് ഇങ്ങനെ ഈ സ്ക്വയർ ബ്രാക്കറ്റിന് എഴുതാം, അല്ലെങ്കിൽ സിമ്പിൾ ബ്രാക്കറ്റിനകത്ത് എഴുതാം. പിന്നെ സാധാരണയായിട്ട് നമ്മളിതിനെ റെപ്രസെൻറ്റ് ചെയ്യാനായിട്ട് ക്യാപിറ്റൽ ലെറ്റേഴ്സ് ഉപയോഗിക്കാറുണ്ട്. ഫോർ എക്സാമ്പിളായിട്ട് നമ്മൾ ഈ ആദ്യത്തെ മെട്രിക്സിന് നമുക്ക് ക്യാപിറ്റൽ A = 5, 8, 7, 2, 3, 4. ഇതിനെ റെപ്രസെൻറ്റ് ചെയ്യാനായിട്ട് നമ്മൾ ക്യാപിറ്റൽ ലെറ്റേഴ്സാണ് ഉപയോഗിക്കുന്നത്. മറ്റൊന്നിന് ഇപ്പം B ആണെങ്കിൽ നമുക്കിതിനെ റെപ്രസെൻറ്റ് ചെയ്യാനായിട്ട് വേറൊരു ലെറ്റർ ക്യാപിറ്റൽ B, ക്യാപിറ്റൽ ലെറ്റേഴ്സാണ് മെട്രിക്സിനെ റെപ്രസെൻറ്റ് ചെയ്യാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇപ്പോൾ ഇത് 8, -5, 2, 1. അപ്പോൾ ഇങ്ങനെ നമ്മൾ മെട്രിക്സിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ ക്യാപിറ്റൽ ലെറ്റേഴ്സ് ഉപയോഗിക്കുന്നു. ഇനി നമ്മൾ മറ്റൊരു കാര്യം ഇവിടെ ശ്രദ്ധിച്ചാൽ, ഇപ്പോൾ നമ്മൾ ഈ ഒരു മെട്രിക്സ് എടുക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ ഹൊറിസോണ്ടൽ ലൈൻ ഓഫ് നമ്പേഴ്സ്, ഇതാണ് ഒരു ഹൊറിസോണ്ടൽ ലൈൻ ഓഫ് നമ്പേഴ്സാണിത്. അപ്പോൾ അതിനെ നമ്മൾ റോ എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത് ഈ 5, 8, 7 എന്ന് പറയുന്ന ഫസ്റ്റ് റോയിലെ എലമെൻറ്റ്സ് ആണ്. അപ്പോൾ ഇവിടെ വരുന്ന ഈ നമ്പേഴ്സിന് നമ്മൾ എലമെൻറ്റ്സ് ഓഫ് ദി മെട്രിക്സ് എന്ന് പറയും. അപ്പോൾ ഈ ഫസ്റ്റ് മെട്രിക്സിലെ എലമെൻറ്റ്സ് ആണ് 5 ഉണ്ട്, 8 ഉണ്ട്, 7 ഉണ്ട്, ഇതെല്ലാം എലമെൻറ്റ്സ് എന്ന് നമ്മൾ പറയും. അപ്പോൾ ഈ ഹൊറിസോണ്ടൽ ലൈൻ ഓഫ് എലമെൻറ്റ്സ്, ഈ ഹൊറിസോണ്ടൽ ലൈനിനെ നമ്മൾ റോ എന്ന് പറയും. ഇത് മറ്റൊരു റോയാണ്. അപ്പോൾ ഇതിനെ നമ്മൾ ഫസ്റ്റ് റോ എന്നും ഇതിനെ സെക്കൻഡ് റോയും, നമ്മളിങ്ങനെ സാധാരണ റോ ഒക്കെ എഴുതുമ്പോൾ ഇത് ഫസ്റ്റ് റോ, ഇത് സെക്കൻഡ് റോ, R1, R2 എന്നൊക്കെ എഴുതും. പിന്നെ വെർട്ടിക്കൽ ലൈൻ ഓഫ് നമ്പേഴ്സ്, ഇങ്ങനെ താഴോട്ട് ഇങ്ങനെ വരുന്ന വെർട്ടിക്കലായിട്ട് വരുന്ന നമ്പേഴ്സിന് നമ്മൾ കോളംസ് എന്നാണ്. അപ്പോൾ ഇത് റോസ് ആണ്, ROWS. ഇങ്ങോട്ടുള്ള ഇത് ഫസ്റ്റ് കോളം, ഇത് സെക്കൻഡ് കോളം, ഇത് തേർഡ് കോളം, ഇത് C1. ഈ സെറ്റ് ഓഫ് നമ്പേഴ്സ് വെർട്ടിക്കൽ ലൈൻ ഓഫ് നമ്പേഴ്സ് നമ്മൾ C2 സെക്കൻഡ് കോളം, ഇത് തേർഡ് കോളം എന്ന് നമ്മൾ പറയും. അപ്പോൾ ഫസ്റ്റ് കോളത്തിലെ എലമെൻറ്റ്സ് 5, 2 ആണ്. സെക്കൻഡ് കോളത്തിലെ എലമെൻറ്റ്സ് 8, 3, തേർഡിലെ 7, 4. ഫസ്റ്റ് റോയിലെ എലമെൻറ്റ്സ് എന്ന് പറയുന്നത് 5, 8, 7. അപ്പം എന്താണ് ഒരു മെട്രിക്സിലെ റോ? ഇതാണ് ഹൊറിസോണ്ടൽ ലൈൻ ഓഫ് നമ്പേഴ്സ് നമ്മൾ റോ എന്ന് പറയും. വെർട്ടിക്കൽ ലൈൻ ഓഫ് നമ്പേഴ്സ് നമ്മൾ കോളം എന്ന് പറയും. അപ്പോൾ ക്യാപിറ്റൽ ലെറ്റേഴ്സ് കൊണ്ടാണ് നമ്മൾ സാധാരണ ഒരു മെട്രിക്സിനെ ഡിനോട്ട് ചെയ്യുന്നത്. പിന്നെ ആയിട്ട് നമ്മളെ ഓർഡർ ഓഫ് എ മെട്രിക്സ് ആണ് അടുത്തായിട്ട് പറയാം. ഓർഡർ ഓഫ് എ മെട്രിക്സ് എന്താണ്? ഒരു മെട്രിക്സിൻ്റെ ഓർഡർ നോക്കാം. നമ്മൾ ആദ്യം എടുത്ത എക്സാമ്പിൾ നോക്കാം. 5, 8, 7, 2, 3, 4. അപ്പോൾ ഇവിടെ 2 റോ ഉണ്ട്. ഇത് ഫസ്റ്റ് റോ, ഇത് സെക്കൻഡ് റോ. എത്ര കോളം ഉണ്ട്? 1, 2, 3 കോളം ഉണ്ട്.
അപ്പോൾ ഇതിനെ നമ്മൾ 2/3 മെട്രിക്സ് എന്ന് പറയും. നമ്മളെ മെട്രിക്സ് എന്ന് നമ്മളിങ്ങനെ എഴുതുമെങ്കിൽ അതിൻ്റെ പ്ലൂറലാണ് മെട്രിസസ് എന്ന് പറയുന്നത്. ഒന്നിലധികം മെട്രിക്സ് ഉണ്ടെങ്കിൽ ഇത് നമ്മൾ മെട്രിസസ് എന്ന് പ്ലൂറൽ മെട്രിസസ് എന്ന് പറയും. അപ്പോൾ ഇതൊരു 2/3 മെട്രിക്സ് ആണ്. ഇത് നമ്മൾ എഴുതുമ്പോൾ 2x3 എന്ന് നമ്മൾ എഴുതുമെങ്കിലും വായിക്കുന്നത് 2/3 എന്നാണ് വായിക്കേണ്ടത്. 2/3 മെട്രിക്സ്. അപ്പോൾ നമ്മൾ ഒരു മെട്രിക്സിൻ്റെ ഓർഡർ എന്ന് പറഞ്ഞാൽ ആദ്യം നമ്മൾ നമ്പർ ഓഫ് റോസ് ആണ് പറയേണ്ടത്. ഇവിടെ 2 റോ ഉണ്ട്. അപ്പോൾ ഇത് 2 റോ. അപ്പോൾ ആ റോ നമ്പർ ഓഫ് റോസ് നമ്മൾ ആദ്യം എഴുതി. പിന്നെ 3 കോളം ഉള്ളതുകൊണ്ട് നമ്മൾ രണ്ടാമത് കോളം എഴുതി. അപ്പോൾ ആദ്യം നമ്മൾ എഴുതേണ്ടത് റോസിൻ്റെ എണ്ണവും രണ്ടാമത് നമ്മൾ എഴുതേണ്ട കോളത്തിൻ്റെ എണ്ണവും. ഇവിടെ 2 റോയും 3 കോളവും ഉള്ളതുകൊണ്ട് ഇതിനെ 2/3 മെട്രിക്സ് എന്നാണ്. 2/3 എന്നാണ് ഇത് വായിക്കുന്നത്. 2/3 മെട്രിക്സ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതൊന്ന് എടുത്തു നോക്കാം. ഈ ഒരു മെട്രിക്സ് നമ്മൾ എടുക്കുമ്പോൾ എത്ര റോ ആണ്? ഫസ്റ്റ് റോ, സെക്കൻഡ് റോ, തേർഡ് റോ, 3 റോസ്. എത്ര കോളമുണ്ട്? 2 കോളം. ഇത് ഒരു 3/2 മെട്രിക്സ് ആണ് നമുക്ക് പറയാൻ സാധിക്കും. ഇതെടുക്കാമെങ്കിൽ 3 റോ ഉണ്ട് ഇവിടെ. ഇപ്പം നമ്പർ ഓഫ് റോസ് നമ്മൾ ആദ്യം എഴുതണം. എത്ര കോളമാണുള്ളത്? 3 കോളം. അപ്പോൾ ദിസ് ഈസ് എ 3/3 മെട്രിക്സ് എന്ന് പറയും. ഇതെടുക്കാമെങ്കിൽ ഇവിടെ പറഞ്ഞ പോലെ തന്നെ 2 റോയും 3 കോളവും ഉള്ളതുകൊണ്ട് ഇതൊരു 2/3 മെട്രിക്സ് ആണെന്ന് നമുക്ക് പറയാൻ സാധിക്കും. അപ്പോൾ എന്താണ് ഒരു മെട്രിക്സിൻ്റെ നമ്പർ ഓഫ് റോസ് എമ്മും നമ്പർ ഓഫ് കോളംസ് എന്നുമാണെങ്കിൽ നമ്മൾ ആ മെട്രിക്സിനെ പറയുന്നത് ആ മെട്രിക്സ് ഈസ് ഓഫ് ഓർഡർ m/n. നമ്മളിത് m × n എന്ന് എഴുതുമെങ്കിലും ഇത് വായിക്കുന്നത് m/n ആണ്. അപ്പോൾ ഈ മെട്രിക്സ് എ എടുത്താൽ ഇത് 2/3 മെട്രിക്സ് ആണെന്ന് നമുക്കറിയാം. നമ്പർ ഓഫ് റോസ് 2, നമ്പർ ഓഫ് കോളംസ് 3. അപ്പോൾ ഇതിനകത്ത് എത്ര എലമെൻറ്റ്സ് ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എത്ര എലമെൻറ്റ്സ് ഉണ്ട്? 1 2 3 4 5 6. 2 × 3 = 6. സോ ഈ a matrix contains m rows and n columns, then it is said to be an m/n matrix, and at the same time there will be mn elements, a total number of elements is equal to m × n ആയിരിക്കും. ഇതിൻ്റെ ടോട്ടൽ നമ്പർ ഓഫ് എലമെൻറ്റ്സ് എന്ന് പറയും. പിന്നെ നമ്മൾ സാധാരണ രീതിയിൽ ഇവിടുത്തെ എലമെൻറ്റ്സിൻ്റെ കാര്യം പറഞ്ഞു. ഇത് ഫസ്റ്റ് കോളത്തിലെ എലമെൻ്റ് ആണിത്. ഇത് ഫസ്റ്റ് റോ സെക്കൻഡ് കോളത്തിലെ എലമെൻറ്റ്. ഇത് ഫസ്റ്റ് റോ തേർഡ് കോളത്തിലെ എലമെൻറ്റ്സ്. അപ്പോൾ എലമെൻറ്റ്സിനെ നമ്മൾ സാധാരണ റെപ്രസെൻറ്റ് ചെയ്യുന്നത് AIJ എന്നാണ്. എന്ന് പറഞ്ഞാൽ ith റോ jth കോളം എലമെൻ്റാണ്. ഫസ്റ്റ് കോളം എലമെൻ്റ് എന്ന് ഇവിടെ ഏതാണ്? 5 ആണ്. അപ്പോൾ 5ന് നമുക്ക് എന്നാണ് നമ്മൾ എലമെൻറ്റ്സിനെ എഴുതുന്നതെങ്കിൽ ഫസ്റ്റ് റോ ഫസ്റ്റ് കോളം. ഇത് ഫസ്റ്റ് റോ ആണ്, ഫസ്റ്റ് കോളവുമാണ്. 8നെ നമുക്ക് എങ്ങനെ എഴുതാം? അങ്ങനെ പറയുകയാണെങ്കിൽ ഫസ്റ്റ് റോ തന്നെയാണ്. അപ്പോൾ A1 എന്ന് എഴുതാം. പിന്നെ കോളം എഴുതണം, A1 2 എന്ന് എഴുതും. 7നെ നമുക്ക് ഫസ്റ്റ് റോയാണ്, 1 എന്ന് എഴുതി. കോളത്തിൻ്റെ പൊസിഷൻ എന്ന് പറയുന്നത് 3 ആണ്. ഇപ്പോൾ A1 3 എന്ന് എഴുതി. 2ന് നമുക്ക് അപ്പോൾ സെക്കൻഡ് റോ ആയി. അപ്പോൾ സെക്കൻഡ് റോ ആകുമ്പോൾ ആദ്യം റോ ആണ് എഴുതേണ്ടത്. പിന്നെ കോളം ഫസ്റ്റ് കോളം A21 എന്ന് എഴുതാം. 3യെ നമുക്ക് A2 സെക്കൻഡ് റോ ആണ്, സെക്കൻഡ് കോളം A22 എന്ന് എഴുതാം. 4നെ നമുക്ക് സെക്കൻഡ് റോ ആണ്, തേർഡ് കോളം. അപ്പോൾ ഈ രീതിയിൽ നമ്മൾ AIJ എലമെൻറ്റ്സിനെ സൂചിപ്പിക്കാനായിട്ട് AIJ എന്ന് നമ്മൾ ഒരു മെട്രിക്സിൻ്റെ എലമെൻറ്റ്സിനെ സൂചിപ്പിക്കാൻ AIJ എന്ന് പറഞ്ഞാൽ ith റോ ijth എലമെൻ്റ് ആണിത്. ijth എലമെൻ്റ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് റോ jth കോളം എലമെൻ്റ് ആയിരിക്കും നമുക്ക് ഇവിടെ നിന്ന് തന്നെ സാറിന് സൂചിപ്പിക്കാനായിട്ട്. അപ്പോൾ നമുക്കൊരു മെട്രിക്സിനെ m റോയും നമ്പർ ഓഫ് റോസ് എന്ന് പറയുന്നത് എമ്മും നമ്പർ ഓഫ് കോളംസ് എന്നുമാണെന്ന് കരുതുക. അപ്പോൾ അതിൻ്റെ ഓർഡർ എന്ന് പറയുന്നത് m × n ആണ്. അപ്പോൾ ഒരു A എന്ന് പറയുന്ന ഒരു മെട്രിക്സിൻ്റെ നമ്പർ ഓഫ് റോസ് എമ്മും നമ്പർ ഓഫ് കോളംസ് എന്നുമാണെങ്കിൽ അതിൻ്റെ ഓർഡർ എന്ന് പറയുന്നത് m/n ആയിരിക്കും. അപ്പോൾ ഇതിനെ നമ്മൾ സാധാരണ രീതിയിൽ റെപ്രസെൻറ്റ് ചെയ്യുന്നത് ഇങ്ങനെയാണ്: AIJ m × n എന്ന് പറഞ്ഞാൽ ഇതിലെ എലമെൻറ്റ്സ് എല്ലാം ഏത് ഫോമിലാണ്? AIJ എന്നുള്ള ഫോമിലാണ്. ഫസ്റ്റ് റോ ഫസ്റ്റ് കോളം, ഇല്ല ഫസ്റ്റ് റോ സെക്കൻഡ് കോളം, ഫസ്റ്റ് റോ തേർഡ് കോളം എന്നുള്ള രൂപത്തിലാണ്. അവിടെ നമ്പർ ഓഫ് റോസ് നമ്മൾ ആദ്യം എഴുതുന്നു m and number of columns is n. So if A is a matrix of order m/n, that means number of rows is m and number of columns is n, and its elements are represented by AIJ, then the whole matrix can be represented by
എ ഐ ജെ മെട്രിക്സ് എ ഐ ജെ ഈസ് ഓഫ് ഓർഡർ എം ഐ എൻ എന്നാണ് നമ്മൾ സാധാരണ രീതിയിൽ ഇതിനെ റെപ്രസെൻറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ എന്താണ് ഒരു മെട്രിക്സിൻ്റെ ഓർഡർ എന്താണെന്ന് മനസ്സിലായല്ലോ. നമ്പർ ഓഫ് റോസ് ഇൻറ്റു നമ്പർ ഓഫ് കോളംസ്. ദാറ്റ് ഈസ് ഇഫ് എ മെട്രിക്സ് കണ്ടെയ്ൻ m rows and n column, it is said to be of order m by n. So next one is general form of a matrix. Suppose we have a matrix of m rows and n columns. m റോയും n കോളം ഉള്ള ഒരു മെട്രിക്സ് ഉണ്ടെന്ന് കേട്ടു. അപ്പോൾ അതിന് നമുക്ക് ജനറലായിട്ട് ഇങ്ങനെ എഴുതാം. എലമെൻറ്റ്സ് നമ്മൾ എ ഐ ജെ എന്നുള്ള ഫോമിലാണ് എഴുതുന്നത്. അപ്പോൾ എ നമുക്ക് ഇങ്ങനെ എഴുതാം A11, A12, AIJ എക്സെട്ര A11J, A1N എന്ന് പറഞ്ഞാൽ ഇവിടെ എല്ലാം ഫസ്റ്റ് റോയിലെ എലമെൻറ്റ്സ് ആയതുകൊണ്ട് കോളം മാത്രം A1 എന്നുള്ളത് കണ്ടിന്യൂ ചെയ്താൽ പോകും. കോളം മാറും. ഇവിടെ ഫസ്റ്റ് കോളം, സെക്കൻഡ് കോളം, പിന്നെ ജെത്ത് കോളം ആണ് നമ്മളിവിടെ എഴുതിയത് N. നമുക്ക് ആപ്പാടെ M റോസ് നമ്പർ ഓഫ് റോസ് എമ്മും നമ്പർ ഓഫ് കോളംസ് എന്നുമാണെന്ന് കരുതും. അപ്പോൾ നമ്പർ ഓഫ് കോളംസ് n ആയതുകൊണ്ട് ലാസ്റ്റ് നമ്പർ ഇപ്പോൾ 10 കോളം വരുന്ന അവസാനം A110 എന്ന് വന്നതിന് ഇപ്പം n കോളം ആയതുകൊണ്ട് A1n എന്ന്. ഇത് സെക്കൻഡ് റോ ആയതുകൊണ്ട് ഇവിടെ എല്ലാം 2 ആയിരിക്കും. A2 എന്ന് പറഞ്ഞ് തുടങ്ങും. കോളത്തിൻ്റെ എണ്ണം മാറിക്കൊണ്ടിരിക്കും 1 2. ഇത് ജെത്ത് കോളമാണ്. ഇത് ആ പടെയുള്ള ലാസ്റ്റ് കോളം A2 എന്നാണ്. അങ്ങനെ പിന്നെ അടുത്താണ് A3 എന്ന് വരും. പിന്നെ നമ്മൾ ജനറലായിട്ട് പറയുകയാണെങ്കിൽ ith ടേം എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ith റോ ആണെങ്കിൽ ഇവിടെ എല്ലാം AI എന്നായിരിക്കും ഇവിടെ തുടങ്ങാൻ പോകുന്നത്. എല്ലാം AI തുടങ്ങും. കോളം മാറും. 1 സെക്കൻഡ് കോളം, ജെത്ത് കോളം, nth കോളം. പിന്നെ അങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്കറിയാം ആ പാടെയുള്ള റോസിൻ്റെ എണ്ണം M ആണ്. ലാസ്റ്റ് റോ ആണ്. ഇപ്പോൾ 10 റോ ആണ് ഇവിടെ A10 തുടങ്ങും. 11 റോ ആണ് A11 ആകും. അപ്പോൾ ഇത് ലാസ്റ്റ് റോ M ആയതുകൊണ്ട് AM1. ഇനി M സ്ഥിരമായിട്ട് ഇവിടെ നിൽക്കും. കോളം മാറും. 1 2 J M. ഇത് ലാസ്റ്റ് എലമെൻ്റ് ആയിരിക്കും. ഇത് mnth എലമെൻ്റ് എന്ന് പറയും. അത് നമുക്ക് വേറൊരു രീതിയിൽ എഴുതാം. ഇത് ക്യാൻ ബി റിട്ടൺ ആസ് ക്യാപിറ്റൽ A AIJ. ഇതിൻ്റെ ഒരു പൊതുവായിട്ട് നമ്മൾ AIJ എന്ന് എഴുതും. അതിൻ്റെ ഓർഡർ എന്ന് പറയുന്നത് m റോസ് n കോളം ഉള്ളതുകൊണ്ട് ഇതിനെ m by n മെട്രിക്സ് എന്ന് എഴുതാം. ഇനി ഇവിടെ ഐയുടെയും ജെയുടെയും പ്രത്യേകത എന്താണ്? ഐയുടെ വില എവിടെ തൊട്ട് എവിടം വരെ വരും, ജെയുടെ വില എവിടെ തൊട്ട് എവിടം വരെ വരും എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. നമുക്ക് ഐ എന്ന് പറയുന്നത് നമ്മൾ റോയുടെയാണ് കേട്ടോ. ഇതെല്ലാം റോയാണ്. ith റോയാണ്, ജെത്ത് കോളം എന്ന് പറയുന്നത്. അപ്പോൾ ഐയുടെ വില നമുക്ക് എവിടെ തൊട്ട് എവിടം വരെ വരാം? ആകെയുള്ള റോസിൻ്റെ എണ്ണം m ആണ്. റോസ് തുടങ്ങുന്ന ഒന്നാമത്തെ റോ, രണ്ടാമത്തെ റോ ആണ്. അപ്പോൾ 1 തൊട്ട് m വരെയുള്ള വാല്യൂസിനിടയ്ക്കായിരിക്കും ഐയുടെ വാല്യൂ വരാൻ പോകുന്നത്. ഇനി ജെ എന്ന് പറഞ്ഞാൽ കോളമാണ്. എത്ര കോളമുണ്ട് നമുക്ക് ആപ്പാടെയുള്ള കോളംസിൻ്റെ എണ്ണം n ആണ്. അപ്പം ഒന്നാമത്തെ കോളം, രണ്ടാമത്തെ കോളം, അങ്ങനെ അവസാനത്തെ കോളം എന്ന് പറയുന്നത് n ആണ്. അപ്പോൾ ഈ ജെയുടെ വാല്യൂ 1നും n-നും ഇടയിലായിരിക്കും. അവിടെ ഈ ഐ ജെ എന്ന് പറയുന്നത് നാച്ചുറൽ നമ്പർ തന്നെയായിരിക്കും. ഫസ്റ്റ് റോ, സെക്കൻഡ് റോ, ഐ ജെ എന്ന് പറയുമ്പോൾ തേർഡ് റോ, ഫോർത്ത് എലമെന്റ് A3 4 എന്നൊക്കെ നമ്മൾ പറയും. അപ്പോൾ ഐയും ജെയും നാച്ചുറൽ നമ്പർ ആയിരിക്കും. ഇതാണ് ഒരു മെട്രിക്സിൻ്റെ ഒരു ജനറൽ ഫോം എന്ന് പറയും. ഇത് m by n മെട്രിക്സിൻ്റെ ഒരു ജനറൽ ഫോമാണിത്. m റോസും n കോളംസും ഉള്ള ഒരു മെട്രിക്സിൻ്റെ ജനറൽ ഫോമാണ്. അങ്ങനെയാണെങ്കിൽ നമുക്കൊരു 3/2 മെട്രിക്സ് എന്ന് പറയുമ്പോൾ എത്ര റോസ് വേണം? അവിടെ 3 റോ, 2 കോളം വേണം. അപ്പോൾ അതിൻ്റെ ഒരു ജനറൽ ഫോം എഴുതാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ A11 തുടങ്ങുന്നു. A12, A21 സെക്കൻഡ് റോ, ഫസ്റ്റ് റോ, സെക്കൻഡ് റോ, തേർഡ് റോ. അപ്പോൾ ഇത് 1 2 അങ്ങനെ അങ്ങോട്ട് പോകും. A11, A21, A22, A31, A32. അപ്പോൾ ഇത് കോളമാണ്. ഫസ്റ്റ് കോളം, സെക്കൻഡ് കോളം. അതിന് ഇവിടെ എല്ലാം 1 വരും കോളം, ഇവിടെ എല്ലാം 2 വരും. ഇനി ഒരു 2/2 മെട്രിക്സിൻ്റെ ഒരു ജനറൽ ഫോം എഴുതാൻ പറഞ്ഞാൽ നമ്മൾ A11, A12 ഒരു റോ, ഫസ്റ്റ് റോ ഇത്, ഫസ്റ്റ് കോളം, സെക്കൻഡ് കോളം. അപ്പോൾ ഇത് A21, A22. അപ്പോൾ ഇവിടെ 2 റോയും 2 കോളവും ഉള്ളതുകൊണ്ട് ഇത് 2/2 മെട്രിക്സിൻ്റെ ഒരു ജനറൽ ഫോം ആയിരിക്കും. ഇനി ith റോ കൺസിസ്റ്റ് ഓഫ്, നമ്മളിങ്ങനെ ജനറലായിട്ട് എഴുതുമ്പോൾ അതിൻ്റെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ith റോയുടെ ജനറലായിട്ടുള്ള ഫോം എങ്ങനെയായിരിക്കും, അല്ലെങ്കിൽ ith റോ എങ്ങനെയാണ് എഴുതുന്നത്? ith റോ ആണെങ്കിൽ AI1, AI2, AI3 അങ്ങനെ AIN വരെ വരും. ഇനി jth കോളം കൺസിസ്റ്റ് ഓഫ് എലമെന്റ്സ് ഓഫ് ദി ഫോം. അപ്പോൾ jth കോളം, ഇത് ith റോ നമ്മൾ ഇങ്ങോട്ട് എടുത്തു. jth കോളം എന്ന് പറയുന്നത് ഇതാണ്. അവിടുത്തെ എലമെന്റ്സിന് പ്രത്യേകത എന്തായിരിക്കും? A1J, A2J. അവിടെ J കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കും. റോസിൻ്റെ എണ്ണം മാറി മാറി. ഇത് ഫസ്റ്റ് റോയിൽ, ഇത് സെക്കൻഡ് റോയിൽ, ഇത് തേർഡ് റോയിൽ, അങ്ങോട്ട് പോയിട്ട് nth റോയിൽ എന്നൊക്കെ നമുക്ക് പറയാൻ സാധിക്കും. ഇത് AMJ ആയിരിക്കും. AMJ. ഇവിടെ AIN ആയിരിക്കും ലാസ്റ്റ് എലമെന്റ്. ഇവിടെ AMJ ആയിരിക്കും ലാസ്റ്റ് എലമെന്റ്. ഇനി ith റോ, jth കോളം എലമെന്റ് നമ്മൾ സാധാരണ റെപ്രസെന്റ് AIJ എന്നാണ്.
അതെന്ന് പറഞ്ഞാൽ ഇത് ij എലമെന്റ് ആണ് എന്ന് പറഞ്ഞാൽ ith റോ j എലമെന്റ് നമ്മൾ aij എന്ന് നമ്മൾ സാധാരണ വിളിക്കും. അപ്പോൾ ഇതാണ് ഒരു മെട്രിക്സിന്റെ ഒരു ജനറൽ ഫോം എന്ന് പറയുന്നത്. ഇങ്ങനെയാണ് നമ്മൾ എഴുതുന്നത്. അപ്പോൾ ഇതൊരു 3/2 മെട്രിക്സിന്റെ ജനറൽ ഫോം. നമുക്ക് പ്രോബ്ലം ഒക്കെ ചെയ്യുമ്പോൾ ജനറൽ ഫോമിന്റെ ആവശ്യം വരും. 2/2 മെട്രിക്സ് ആണ്, 2 റോ 2 കോളം ഉള്ള ഒരു മെട്രിക്സ് നമ്മൾ ഫോം ചെയ്തിട്ടുണ്ട്. ഇതാണ് ജനറൽ ഫോം ഓഫ് എ മെട്രിക്സ് എന്ന് പറയുന്നത്. അടുത്തായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മെട്രിക്സസ് ആണ്. പലതരത്തിലുള്ള മെട്രിക്സസ് ഉണ്ട്. അതിൽ ആദ്യത്തേത് സീറോ മെട്രിക്സ് ഓർ നൾ മെട്രിക്സ് ആണ്. ഇത് കേട്ടവണ്ണം നമുക്ക് ആ പേര് കേൾക്കുമ്പോഴേ അറിയാം. അപ്പം ഞാനൊരു മെട്രിക്സ് എഴുതുക. ഈ മെട്രിക്സിൻ്റെ പ്രത്യേകത എന്താണ്? ഇവിടുത്തെ എല്ലാ എലമെൻറ്റ്സും സീറോ ആണ്. സോ എ മെട്രിക്സ് ഈസ് സെഡ് ടു ബി എ സീറോ മെട്രിക്സ് ഇഫ് ഓൾ ഇറ്റ്സ് എലമെൻറ്റ്സ് ആർ സീറോ. അപ്പോൾ ഇത് എല്ലാ എലമെൻറ്റ്സും സീറോ ആയിരിക്കണം. അങ്ങനെ ഒരു മെട്രിക്സിന് നമ്മൾ എന്തെന്ന് പറയുന്നത് നൾ മെട്രിക്സ് ഓർ സീറോ മെട്രിക്സ്. ഇത് സാധാരണയായിട്ട് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് ഒ എന്ന് പറയുന്ന ലെറ്റർ കൊണ്ടാണ്. സീറോ അല്ല, ഒ എന്ന് പറയുന്ന ക്യാപിറ്റൽ ലെറ്റർ കൊണ്ടാണ് നമ്മൾ സാധാരണ ഒരു സീറോ മെട്രിക്സിനെ ഡിനോട്ട് ചെയ്യുന്നത്. അപ്പോൾ എന്താണ് ഒരു സീറോ മെട്രിക്സ് അല്ല നൾ മെട്രിക്സ് എന്ന് പറഞ്ഞാൽ ഇഫ് ഓൾ ദി എലമെൻറ്റ്സ് ഓഫ് എ മെട്രിക്സ് ആർ സീറോസ് ദെൻ ദാറ്റ് ഈസ് കോൾഡ് എ സീറോ മെട്രിക്സ്. നമ്മളിവിടെ ഞാൻ 1-2 സീറോ മെട്രിക്സ് ഇവിടെ എഴുതിയിട്ടുണ്ട്. ഇതൊരു സീറോ മെട്രിക്സ് ആണ്, എല്ലാ എലമെൻറ്റ്സും സീറോ ആണ്. അതിൻ്റെ ഓർഡർ എന്താണ്? 2 റോയും 2 കോളം ഉള്ളതുകൊണ്ട് 2/2. ഇതിൻ്റെ ഓർഡർ 2/2 ആയിരിക്കും. ഇത് ഒരു സീറോ മെട്രിക്സ് ആണ്. ഇവിടെ എത്ര റോ ആണുള്ളത്? 2 റോ ആണ്, ഒറ്റ കോളം ഉള്ളതുകൊണ്ട് ഇതിന് നമുക്ക് 2/1 മെട്രിക്സ് എന്ന് പറയാം. ഇവിടെ എല്ലാ എലമെൻറ്റ്സും സീറോ ആണ്. ഇവിടെ ഒറ്റ റോയേ ഉള്ളൂ, പക്ഷേ 3 കോളം ഉള്ളതുകൊണ്ട് 1/3 ആയിരിക്കും ഇതിൻ്റെ ഓർഡർ എന്ന് പറയുന്നത്. ഇത് മറ്റൊരെണ്ണം ഞാൻ എഴുതിയിരിക്കുകയാണ്. ഇവിടെയും 2 റോയാണ്, പക്ഷേ 3 കോളമുണ്ട്. അതുകൊണ്ട് ഇത് 2/3. ഇതിൻ്റെ ഓർഡർ 2/3 മെട്രിക്സ് ആണ്. അതൊരു സീറോ മെട്രിക്സ് തന്നെയാണ്. അപ്പോൾ ഇതാണ് നമ്മൾ ആദ്യമായിട്ട് പഠിച്ച മെട്രിക്സ്, സീറോ മെട്രിക്സ് എന്ന് പറയും. അടുത്തായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് റോ മെട്രിക്സ് ആണ്. റോ മെട്രിക്സ് എന്ന് പറയും. എന്താണ് ഒരു റോ മെട്രിക്സ് എന്ന് പറഞ്ഞാൽ? എന്താണ് പേര് കേൾക്കുമ്പോഴേ നമുക്കറിയാം. റോ മെട്രിക്സ് എന്ന് പറഞ്ഞാൽ അതിന് ഒറ്റ ഒരു റോ മാത്രമേ ഉള്ളൂ. അങ്ങനെയുള്ള മെട്രിക്സിനാണ് നമ്മൾ റോ മെട്രിക്സ് എന്ന്. അപ്പോൾ അതിന് എത്ര കോളം വേണമെങ്കിലും ആകാമെന്നുള്ള നമുക്ക് മനസ്സിലായി. ഇപ്പോൾ ഉദാഹരണത്തിന് ഞാനൊരു മെട്രിക്സ് എഴുതുകയാണ്. ഇതിൻ്റെ പ്രത്യേകത √5 -√2 1/2 5. ഇതിന് എത്ര റോ ഉണ്ട്? ഒറ്റ റോ മാത്രമേ ഉള്ളൂ. പക്ഷേ ഇതിന് 4 കോളമുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഓർഡർ എന്ന് പറയുന്നത് ഓർഡർ ഓഫ് എ ഈസ് ഈക്വൽ ടു 1/4 ആണ്. ഒരു റോയും 4 കോളം ഉള്ളതുകൊണ്ട് ഇതിനെ 1/4, ഇതിൻ്റെ ഓർഡർ 1/4 ആണെന്ന് പറയും. അപ്പോൾ എന്താണ് ഒരു റോ മെട്രിക്സ് എന്ന് പറയുന്നത്? എ റോ മെട്രിക്സ് ഈസ് എ മെട്രിക്സ് വിച്ച് ഹാസ് ഓൺലി 1 റോ. അപ്പോൾ ഒറ്റ റോ മാത്രമുള്ള ഒരു മെട്രിക്സിനെയാണ് നമ്മൾ റോ മെട്രിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ആ റോ മെട്രിക്സിന് എത്ര കോളം വേണേലും ആകാമെന്നുള്ളത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇവിടെ ഇപ്പോൾ 4 കോളമുണ്ട്. ഇത്ര ഉള്ളായിരുന്നെങ്കിൽ 3 കോളം വന്നതിന്. അപ്പോൾ റോ മെട്രിക്സ് എന്ന് പറയുമ്പോൾ ഒറ്റ റോ മാത്രമേ ഉള്ളൂ, പക്ഷേ അതിന് കോളങ്ങൾ എത്ര വേണേലും ആകാം. അപ്പോൾ ഒരു റോ മെട്രിക്സിന് നമ്മൾ ഓർഡർ എഴുതുമ്പോൾ ഇപ്പം 1/2 ആകാം, ഒരു റോയും 2 കോളം ആകാം, അല്ലെ 1/3 ആകാം, അല്ലെങ്കിൽ 1/4 ആകാം. അങ്ങനെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നമുക്കിപ്പം m റോയാണ് ഉള്ളതെങ്കിൽ 1/m ഇതായിരിക്കും ഇതിൻ്റെ ഒരു ഫോം എന്ന് പറയാം. അപ്പം ഒരു റോ മെട്രിക്സിൻ്റെ ഓർഡർ എപ്പോഴും ഈ ഫോമിലായിരിക്കും 1/2 1/3 1/4. അപ്പം ഈ 1 എന്നുള്ളത് കോൺസ്റ്റൻ്റ് ആയിരിക്കും, ഒരു റോയോ ഉള്ളതുകൊണ്ട്. അപ്പോൾ ഒരു നമ്മളൊരു റോ മെട്രിക്സ് എഴുതാമെങ്കിൽ അതിൻ്റെ ജനറൽ ഫോം aij ആയിരിക്കും. അപ്പോൾ അവിടെ നമുക്ക് അതിൻ്റെ ഓർഡർ എന്ന് പറയുന്നത് 1m എന്ന് പറയാൻ സാധിക്കും. അല്ലെങ്കിൽ n കോളമാണുള്ളതെങ്കിൽ m റോയും n കോളവും ആണെങ്കിൽ 1/n എന്ന് പറയാം. n കോളമാണ്, നമ്പർ ഓഫ് കോളംസ് നമ്മൾ n എന്ന് എഴുതിയാൽ ഇതിൻ്റെ ഒരു ജനറൽ ഫോം എന്ന് പറയുന്നത് 1/n ആയിരിക്കും. അതിൻ്റെ നമുക്ക് ആ ഒരു മെട്രിക്സിൻ്റെ ഒരു ജനറൽ ഫോം എഴുതിയാൽ അതിൻ്റെ എലമെൻറ്റ്സ് എല്ലാം aij എന്നുള്ള ഫോമിലായിരിക്കും. പക്ഷേ ഒറ്റ റോയേ ഉള്ളൂ. ഇവിടെ വരുന്നത് i എന്ന് പറയുന്നത് 1 ആയിരിക്കും. നമ്പർ ഓഫ് കോളംസ് തന്നെ ആണെന്ന് വിചാരിക്കുക. അപ്പോൾ ഇതായിരിക്കും അതിൻ്റെ ഒരു ജനറൽ ഫോം എന്ന് പറയുന്നത്. അപ്പോൾ അത് എന്തൊക്കെയാണ് നമ്മളിവിടെ പറഞ്ഞ കാര്യം? ഒരു റോ മെട്രിക്സ് എന്ന് പറയുമ്പോൾ അതിന് ഒരു റോ മാത്രമേ ഉള്ളൂ, പക്ഷേ നമ്പർ ഓഫ് കോളംസ് എത്ര വേണേലും ആകാം. പിന്നെ ഒരു റോ മെട്രിക്സിൻ്റെ ഓർഡറിൻ്റെ ജനറലായിട്ടുള്ള ഫോം 1/n ആയിരിക്കും. നമ്പർ ഓഫ് n കോളംസ് n ആണ്, നമ്പർ ഓഫ് റോ 1 മാത്രമേ വരുള്ളൂ. അപ്പോൾ അതിൻ്റെ ഒരു ജനറൽ ഫോം എന്ന് പറയുന്നത് 1/n ആയിരിക്കും ഇതിൻ്റെ ഒരു ജനറൽ ഫോം. ഇനി അതിൻ്റെ ഒരു മറ്റൊരു ജനറൽ ഫോം aij എന്നുള്ള ഫോമിൽ നമ്മൾ എഴുതിയാൽ ഇതിൻ്റെ ഓർഡർ എന്ന് പറയുന്നത് 1/n ആയിരിക്കും.
നമ്മൾ നേരത്തെ ജനറൽ ഫോം ഒരു മെട്രിക്സിൻ്റെ എഴുതുന്ന എ ഐ ജെ വേർ നമ്പർ ഓഫ് റോസ് എമ്മും നമ്പർ ഓഫ് കോളംസ് എന്നും ആണ്. എം ബൈ എൻ നമ്മളിവിടെ എഴുതും. ഇവിടെ നമ്പർ ഓഫ് റോസ് 1 ആയതുകൊണ്ട് നമുക്കിതിനെ എ ഐ ജെ 1 എന്ന് പറയും. അപ്പോൾ ഇതൊരു എക്സാമ്പിളാണ്. മറ്റൊരു എക്സാമ്പിൾ പറഞ്ഞാൽ ഇപ്പം ബി എന്ന് പറയാൻ മറ്റൊരു റോ ആണ് 5 3 2. ഇവിടെ ഒറ്റ റോയേ ഉള്ളൂ, പക്ഷേ 3 കോളം ഉണ്ട്. ഇതൊരു റോ മെട്രിക്സ് ആയിരിക്കും. അടുത്തായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കോളം മെട്രിക്സ് ആണ്. പേര് കേൾക്കുമ്പോഴേ നമുക്കറിയാം എന്തായിരിക്കും ഒരു കോളം മെട്രിക്സ് എന്ന് പറയുന്നത്. ഒറ്റ കോളമുള്ള മെട്രിക്സിനെയാണ് നമ്മൾ കോളം മെട്രിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഫേ മെട്രിക്സ് ഹാസ് ഓൺലി 1 കോളം, then it is called a column matrix. നമ്മളൊരു എക്സാമ്പിൾ എഴുതിയാൽ ഇപ്പോൾ 5 -3 2 1 ഇതൊരു മെട്രിക്സ് ആണ്. ഇതിൻ്റെ ഓർഡർ എന്താണ്? ഇതിൻ്റെ ഓർഡർ എന്ന് പറയുമ്പോൾ 4 ആണ്. നമ്പർ ഓഫ് റോസ് 4 ആണ്, പക്ഷെ ഒറ്റ കോളമേ ഉള്ളൂ. അപ്പോൾ 4/1 ആയിരിക്കും ഇതിൻ്റെ ഓർഡർ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഒരു കോളം മെട്രിക്സ് എഴുതിയാൽ അതിൻ്റെ ഓർഡറായിട്ട് വരാൻ സാധ്യതയുള്ളത് 2/1 ഒരു കോളമേ ഉള്ളതുകൊണ്ട് 1 ഇവിടെ അവസാനം വരാവുള്ളൂ. 3/1 ആകാം, 4/1 ആകാം, ഇങ്ങനെ അങ്ങോട്ട് പോകില്ല. അപ്പോൾ അതിന് എം റോ ഉണ്ടെങ്കിൽ m/1 ആയിരിക്കും അതിൻ്റെ ജനറൽ ആയിട്ടുള്ളൊരു ഫോം. കാരണം ഒറ്റ കോളമേ ഉള്ളതുകൊണ്ട് അവസാനം നമുക്ക് 1 എഴുതാവുള്ളൂ. എം റോ ഉണ്ടെങ്കിൽ m/1 നമുക്ക് എഴുതാൻ സാധിക്കും. അപ്പോൾ എന്താണ് നമ്മളിവിടെ പറഞ്ഞത്? ഒരു കോളം മെട്രിക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇഫ് എ മെട്രിക്സ് ഹാസ് only 1 column, then it is called a column matrix. A column matrix has only 1 column, but it can have any number of rows. അപ്പോൾ അതിൻ്റെ ഒരു ജനറൽ ഫോം നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ജനറൽ ഫോം ഓഫ് എ അല്ലെങ്കിൽ ദ ഓർഡർ ഓഫ് എ ജനറൽ ഫോം ഓഫ് എ കോളം മെട്രിക്സ് ഈസ് m/1 ആയിരിക്കും. നമ്പർ ഓഫ് റോസ് 1 എമ്മും നമ്പർ ഓഫ് കോളം എപ്പോഴും 1 ആയിരിക്കും. അപ്പോൾ ഇതിൻ്റെ മറ്റൊരു ജനറൽ ഫോം എ ഐ ജെ എന്നുള്ള ഫോമിൽ എഴുതണമെങ്കിൽ ഇതിൻ്റെ ഒരു ഫോം എ ഐ ജെ ആയിരിക്കും. അതിൻ്റെ നമ്പർ ഓഫ് റോസ് എന്ന് പറയുന്നത് എത്ര വേണമെങ്കിലും ആകാം, പക്ഷേ നമ്പർ ഓഫ് കോളംസ് എന്ന് പറയുന്നത് 1 ആയിരിക്കും. ഇപ്പോൾ എന്താണ് ഒരു കോളം മെട്രിക്സ് എന്ന് പറഞ്ഞാൽ? ഇഫ് എ മെട്രിക്സ് ഹാസ് ഓൺലി 1 column, then that is called a column matrix. A column matrix have any number of rows. ഇതിൻ്റെ ജനറൽ ഫോം എന്തായിരിക്കും? m/1. അതിൻ്റെ മറ്റൊരു ജനറൽ ഫോം ഈ രൂപത്തിൽ എ ഐ ജെ എന്നുള്ള എലമെൻസിൻ്റെ രൂപത്തിൽ എഴുതിയാൽ ക്യാപിറ്റലൈസിക്കൽ എ ഐ ജെ ഇറ്റ്സ് ഓർഡർ ഈസ് m/1 എന്നുള്ളതായിരിക്കും അതിൻ്റെ ഒരു ജനറൽ ആയിട്ടുള്ള ഓർഡർ എന്ന് പറഞ്ഞാൽ. അടുത്തായിട്ട് നമ്മൾ പഠിക്കുന്ന മറ്റൊരു ടൈപ്പ് സ്ക്വയർ മെട്രിക്സ് ആണ്. സ്ക്വയർ മെട്രിക്സ് എന്ന് കേൾക്കുമ്പോൾ നമുക്കറിയാം നമ്മൾ മെട്രിക്സ് എന്ന് പറഞ്ഞാൽ ഒരു റെക്ടാംഗുലർ അറേഞ്ച്മെൻറ്റ് ഓഫ് നമ്പേഴ്സ് അല്ല ഫംഗ്ഷൻസ് എന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ ഒരു സ്ക്വയർ മെട്രിക്സ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ഉദാഹരണത്തിന് നമ്മളിങ്ങനെ എഴുതുകയാണ്. അപ്പോൾ 5 7 8 2 3 1 4 4 -2 1 ഇങ്ങനെ എഴുതാമെന്ന് വിചാരിച്ചു. ഇവിടെ നമ്പർ ഓഫ് റോസ് എന്ന് പറയുന്നത് 3 റോ 3 കോളമാണ്. അങ്ങനെയുള്ളൊരു മെട്രിക്സിനെ, ഇപ്പോൾ ഇത് റെക്ടാംഗുലർ സ്ക്വയർ എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാൻ സാധിക്കും. അങ്ങനെയുള്ള മെട്രിക്സിനാണ് സ്ക്വയർ മെട്രിക്സ് എന്ന് പറയുന്നത്. ഇപ്പോൾ എന്താണ് ഒരു സ്ക്വയർ മെട്രിക്സ് എന്ന് പറഞ്ഞാൽ? when the number of rows is equal to number of columns. So a matrix is said to be a square matrix if its number of rows is equal to number of columns. അപ്പോൾ ഇതൊരു 3/3 മെട്രിക്സ് ആണ്. നമ്പർ ഓഫ് റോസും നമ്പർ ഓഫ് കോളംസും അവിടെ ഈക്വലാണ്. നമ്മൾ ഇങ്ങനെ എഴുതുക, വെറും 4 മാത്രം എഴുതുകയാണെങ്കിൽ ഇതിന് നമുക്ക് ഇവിടെ വേറെ കാര്യം കൂടെ 3/3 മെട്രിക്സ് ഇതിൻ്റെ ഓർഡർ 3/3 മെട്രിക്സ് ആണെന്ന് പറയും. അല്ലെങ്കിൽ ഇതിൻ്റെ ഓർഡർ 3 ആണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. സ്ക്വയർ മെട്രിക്സിൻ്റെ ഓർഡർ 3 ആണെന്ന് പറഞ്ഞാൽ അതിൻ്റെ നമ്പർ ഓഫ് റോസ് നമ്പർ ഓഫ് കോളംസ് 3 ആണെന്നാണ് അതിൻ്റെ അർത്ഥം. ഇവിടെ ഞാനൊരു എക്സാമ്പിൾ എഴുതിയിട്ടുണ്ട്. ഈ ഒരു 4 എന്ന് പറയുന്ന എലമെൻറ്റ് മാത്രമേ ഉള്ളൂ. അത് അതിൻ്റെ ഓർഡർ എന്ന് പറയുന്നത് 1 റോയും 1 കോളം ഉള്ളതിന് 1/1 അല്ലെങ്കിൽ ഓർഡർ 1 ആണെന്ന് പറയാൻ സാധിക്കും. ഇതാണെങ്കിൽ 2 റോ 2 കോളം ഉള്ളതുകൊണ്ട് അതിൻ്റെ ഓർഡർ 2/2 അല്ലെങ്കിൽ ഈസ് ഓഫ് ഓർഡർ 2 എന്ന് പറയാം. ഇത് 3 റോയും 3 കോളം ഉള്ളതുകൊണ്ട് ഇതിൻ്റെ ഓർഡർ 3/3 എന്ന് പറയാം, ഓർഡർ 3 എന്ന് പറയാൻ സാധിക്കും. ഇപ്പോൾ എന്താണ് ഒരു സ്ക്വയർ മെട്രിക്സ് എന്നുള്ളത് നമുക്ക് മനസ്സിലായി. ഇനി ഇവിടെ വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഞാൻ ഈ മൂന്നാമത് എഴുതിയിരിക്കുന്നതിൽ ഇങ്ങനെ ഒരു എലമെൻറ്റ് നമ്മൾ കണ്ടു. ഇത് കണ്ടപ്പോഴേ നമുക്ക് അറിയാം ഇത് ഡയഗണൽ എലമെൻറ്റ്സ് ആണ്. തിരിച്ച് നമുക്ക് 753 എന്ന് പറയാമെന്നുണ്ടെങ്കിലും നമ്മൾ ഇങ്ങനെ ഒരു മെട്രിക്സിൻ്റെ കാര്യത്തിൽ ഈ ഇങ്ങനെ വരുന്ന എലമെൻറ്റ്സിന് അത് നമ്മൾ പ്രിൻസിപ്പൽ ഡയഗണൽ എലമെൻറ്റ്സ് എന്ന് പറയും. എല്ലായ്പ്പോഴും നമ്മൾ പ്രിൻസിപ്പൽ ഡയഗണൽ എലമെൻറ്റ്സ് എന്ന് പറയില്ല. ഡയഗണൽ എലമെൻറ്റ്സ് എന്ന് പറയുമ്പോൾ ഇങ്ങനെ വരുന്ന ഈ 753 അല്ല, ഇങ്ങനെ ഇങ്ങോട്ട് വരുന്ന ഈ എലമെൻറ്റ്സാണ് നമ്മൾ ഡയഗണൽ എലമെൻറ്റ്സ് എന്ന് മെട്രിക്സിൻ്റെ കാര്യത്തിൽ നമ്മൾ പറയുന്നത്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഒരു ജനറൽ ഫോം എഴുതിയാൽ A is equal to AIJ, എലമെൻറ്റ് AIJ എന്ന് എഴുതിയാൽ ഇവിടെ വരുന്ന ഓർഡർ m/m, നമ്പർ ഓഫ് റോസ് നമ്പർ ഓഫ് കോളംസ് m ആണ്. അല്ലെങ്കിൽ അതിൻ്റെ ഓർഡർ m എന്ന് നമുക്ക് പറയാൻ സാധിക്കും. ഇവിടെ വേണമെങ്കിൽ n/n എന്ന് വരും. ഇപ്പോൾ നമ്പർ ഓഫ് റോസ് നമ്പർ ഓഫ് കോളംസ് n ആയിരിക്കും, അതിൻ്റെ ഓർഡർ n എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ സാധിക്കും. പിന്നെ ഒരു മെട്രിക്സിൻ്റെ ഒരു ഫോം
ഇപ്പോൾ ഉദാഹരണത്തിന് ഞാൻ ഇവിടെ എഴുതിയിരിക്കുന്ന നമുക്കൊരു ജനറൽ ഫോം ആയിട്ട് എഴുതിയ 3/3യുടെ ജനറൽ ഫോം എഴുതിയ A11, A12, A13, A21, A22, A23, A31, A32, A33 നമുക്ക് എഴുതാം. ഒരു 3/3 മെട്രിക്സ് ആണ്. അതിൻ്റെ ഒരു ജനറൽ ഫോം എഴുതാൻ പറഞ്ഞിങ്ങനെ. അപ്പോൾ ഇവിടെ ഡയഗണൽ എലമെൻസ് ആയിട്ട് വരുന്ന എങ്ങനെയുള്ള എലമെൻസ് ആയിരിക്കും? A11, A22, A33. അപ്പോൾ Aij എന്നുള്ള ഫോമിൽ നമ്മൾ ഒരു മെട്രിക്സ് എഴുതി. അത് n/n ആണെങ്കിൽ, നമ്പർ ഓഫ് റോസ് നമ്പർ ഓഫ് കോളംസ് n ആണെങ്കിൽ അതിൻ്റെ ഡയഗണൽ എലമെൻറ്റ്സ് അങ്ങനെ വരാം. A11, A22, A33 അങ്ങനെ അങ്ങോട്ട് പോകും. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. A11, A22, A33. നമ്പർ ഓഫ് റോസും കോളം n ആണെങ്കിൽ ലാസ്റ്റ് എലമെൻറ്റ് ANN ആയിരിക്കും. 3 ആണെങ്കിൽ A33 ആയിരിക്കും. 4 എലമെൻറ്റ്സ് ഉണ്ടെങ്കിൽ A44 അങ്ങനെ നമുക്ക് പറയാൻ സാധിക്കും. അപ്പോൾ അത് ഈ രീതിയിൽ എഴുതിയാൽ അതിൻ്റെ ഡയഗണൽ എലമെൻറ്റ്സ് എന്ന് പറയുന്നത് A11, A12, A13, A11, A22, A33, A44, etc. അപ് ടു ANN ആയിരിക്കും അതിൻ്റെ ഡയഗണൽ എലമെൻറ്റ്സ് എന്ന് നമ്മൾ പറയാൻ സാധിക്കും. ഇനി അടുത്തായിട്ട് നമ്മൾ പഠിക്കുന്നത് 5ാമതായിട്ട് പറയുന്നത് ഡയഗണൽ മെട്രിക്സ് ആണ്. ഡയഗണൽ മെട്രിക്സ് എന്തായിരിക്കും ഒരു ഡയഗണൽ മെട്രിക്സ് എന്ന് പറഞ്ഞാൽ? മറ്റൊന്നുമല്ല, ഇപ്പം നമ്മളിങ്ങനെ പറയുകയാണ്, ഒരു മെട്രിക്സ് നമ്മൾ എഴുതുന്നു. ഈ മെട്രിക്സിനുള്ള പ്രത്യേകത എന്താണ്? ഈ മെട്രിക്സിന് ഇതൊരു സ്ക്വയർ മെട്രിക്സ് ആണെന്ന് കണ്ടപ്പോഴേ നമുക്ക് മനസ്സിലായി. കാരണം ഇതിൻ്റെ നമ്പർ ഓഫ് റോസും നമ്പർ ഓഫ് കോളംസ് ഈക്വലാണ്. 3/3 മെട്രിക്സ് ആണ്, സ്ക്വയർ മെട്രിക്സ് ആണ്. ഇവിടെ ഈ ഡയഗണൽ എലമെൻറ്റ്സ് മാത്രം 0 അല്ല, ബാക്കി എല്ലാ എലമെൻറ്റ്സും 0 ആണ്. അങ്ങനെ ഒരു മെട്രിക്സിനെ നമ്മൾ എന്തെന്ന് പറയുന്നത്? ഡയഗണൽ മെട്രിക്സ് എന്ന് പറയുന്നത്. ഇപ്പം എന്താണ് ഒരു ഡയഗണൽ മെട്രിക്സിൻ്റെ ഡെഫിനേഷൻ എന്താണ്? ഇഫ് എ സ്ക്വയർ മെട്രിക്സ്, ഇഫ് ഓൾ അതർ എലമെൻറ്റ്സ് അതർ ദാൻ ദ ഡയഗണൽ എലമെൻറ്റ്സ് ആർ 0, then that is called a ഡയഗണൽ മെട്രിക്സ്. അപ്പോൾ ഇതായിരിക്കും ഒരു ഡയഗണൽ മെട്രിക്സ് എന്ന്. അപ്പോൾ ഈ ഡയഗണൽ എലമെൻറ്റ്സ് 0 ആകാൻ പാടില്ല, അല്ലാത്ത എലമെൻറ്റ്സ് എല്ലാം 0 ആയിട്ട് വരുന്ന ആ ഒരു മെട്രിക്സാണ് നമ്മൾ ഡയഗണൽ മെട്രിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഒരു ഡയഗണൽ മെട്രിക്സിൻ്റെ ഒരു ജനറൽ ഫോം എഴുതിയാൽ Aij ഇപ്പോൾ m/m തന്നെയായിരിക്കും, അല്ലെങ്കിൽ നമ്പർ ഓഫ് റോസ് നമ്പർ ഓഫ് കോളംസ് ഈക്വൽ ആയിരിക്കും. സ്ക്വയർ മെട്രിക്സ് ആയിരിക്കണം. പ്രത്യേക ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഒരു സ്ക്വയർ മെട്രിക്സിന് മാത്രമേ നമുക്ക് ഡയഗണൽ എലമെൻറ്റ്സ് പറയാനായിട്ട് സാധിക്കത്തുള്ളൂ. അപ്പോൾ ഇങ്ങനെ വരുന്ന ഒരു ഡയഗണൽ മെട്രിക്സിൽ അല്ലെങ്കിൽ എലമെൻറ്റ്സിൻ്റെ ഫോം ഇങ്ങനെയാണെങ്കിൽ അവിടെ Aij = 0 ആയിരിക്കും when I not equal to j. I j ഈക്വൽ അല്ലാതെ വരുന്ന പൊസിഷനിലെ എല്ലാ എലമെൻറ്റ്സും 0 ആയിരിക്കും. I j ഈക്വൽ ആകുന്ന, അപ്പം ഇത് A11 എന്നുള്ള ഫോമാണ്, ഇത് A22 എന്നുള്ള ഫോമാണ്, A33 എന്നുള്ള ഫോമാണ്. അതൊന്നും 0 ആകുകയില്ല. പിന്നെ ഈ I j ഈക്വൽ അല്ലാതെ ഇതിവിടെ A12 ആണ്. അപ്പം 1ഉം 2ഉം ഡിഫറൻ്റ് ആണ്, അതെല്ലാം 0 ആണ്. എന്നിട്ട് I j ഡിഫറൻ്റ് ആണെങ്കിൽ ആ എലമെൻ്റ് എല്ലാം 0 ആയിരിക്കും. ഇതായിരിക്കും ഒരു ജനറൽ ഫോം. അപ്പം ഒരു ഡയഗണൽ മെട്രിക്സിൻ്റെ ജനറൽ ഫോം ഇങ്ങനെയാണെങ്കിൽ അവിടെ Aij = 0 when I not equal to j ആയിരിക്കും. അതാണ് ഇതിൻ്റെ ഒരു ഡയഗണൽ മെട്രിക്സിൻ്റെ പ്രത്യേകത. അപ്പോൾ എന്തൊക്കെയാണ് ഡയഗണൽ മെട്രിക്സിൻ്റെ പ്രത്യേകതയായിട്ട് നമ്മൾ പറഞ്ഞത്? ഓൾ നോൺ ഡയഗണൽ എലമെൻറ്റ്സ് ആർ 0. ഡയഗണൽ അല്ലാതെ വരുന്ന എലമെൻറ്റ്സ് കുറേ എല്ലാം വരുന്ന എലമെൻറ്റ്സ് എല്ലാം 0 ആയിരിക്കും. അങ്ങനെ ഒരു മെട്രിക്സ് നമ്മൾ ഡയഗണൽ മെട്രിക്സ് എന്ന് പറയും. അതിൻ്റെ ഒരു ജനറൽ ഫോം എന്ന് പറയുന്നത് Aij m തന്നെയായിരിക്കും. കാരണം അതൊരു സ്ക്വയർ മെട്രിക്സിൻ്റെ ഡയഗണൽ എലമെൻറ്റ്സ് വരികയുള്ളൂ. അപ്പം ഒരു ഡയഗണൽ മെട്രിക്സിൻ്റെ ഫോം ഇങ്ങനെയായിരിക്കും. അവിടെ Aij = 0 where I not equal to j ആയിരിക്കും. അപ്പോൾ ഇതാണ് ഒരു ഡയഗണൽ മെട്രിക്സിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. അടുത്തായിട്ട് നമ്മൾ പറയുന്നത്, 6ാമതായിട്ട് നമ്മൾ പറയുന്നത് സ്കെയിലാർ മെട്രിക്സ് ആണ്. എന്തായിരിക്കും ഒരു സ്കെയിലർ മെട്രിക്സ് എന്ന് നമുക്ക് നോക്കാം. If a diagonal elements, a diagonal matrix, if in a diagonal matrix, if all the diagonal elements are equal, then it is called a scalar matrix. Then it is called a scalar matrix.
എന്താണ് നമുക്ക് പറഞ്ഞാൽ നോക്കാം. അപ്പം ഞാനിങ്ങനെ ഒരു മെട്രിക്സ് എഴുതുക. ഇവിടെ ഇതൊരു ഡയഗണൽ മെട്രിക്സ് ആണെന്ന് കണ്ടപ്പോഴേ നമുക്ക് മനസ്സിലായി. കാരണം നോൺ ഡയഗണൽ എലമെന്റ്സ് എല്ലാം 0 ആണ്. പിന്നെ ഡയഗണൽ മെട്രിക്സ് ആണെങ്കിൽ ഇവിടെ വരുന്നത് എല്ലാം ഈക്വൽ ആയിരിക്കണം നിർബന്ധമില്ല. പക്ഷേ ഒരു സ്കെയിലർ മെട്രിക്സിന് ഈ ഡയഗണൽ എലമെന്റ്സ് എല്ലായ്പ്പോഴും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. അതാണ് ഒരു ഡയഗണൽ മെട്രിക്സും സ്കെയിലർ മെട്രിക്സും ആയിട്ടുള്ള വ്യത്യാസം. അവിടെ ഡയഗണൽ മെട്രിക്സിനകത്ത് ഈ ഡയഗണൽ എലമെന്റ്സ് എന്ത് വേണേലും ആകാം, ഈക്വൽ ആയിരിക്കണമെന്നില്ല. ഇവിടെ പക്ഷേ ഈക്വൽ ആയിരിക്കണം. ഈ എലമെന്റ്സ് എല്ലാം 0 ആകാനും പാടില്ല. അത് ഈ എലമെന്റ്സ് ഡയഗണൽ എലമെന്റ്സ് എല്ലാം സ്കെയിലേഴ്സ് ആയിരിക്കണം. സ്കെയിലേഴ്സ് എന്ന് പറഞ്ഞാൽ അതൊരു കോൺസ്റ്റന്റ് ആയിരിക്കും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്കൊരു സ്കെയിലർ മെട്രിക്സിന്റെ ഒരു ജനറൽ ഫോം എഴുതി കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ എഴുതാം. ഇറ്റ് ഈസ് ഓഫ് ഓർഡർ Aij. സ്ക്വയർ മെട്രിക്സ് ആയതുകൊണ്ട് n/n എന്നോ m/m എന്നൊക്കെ നമുക്ക് എഴുതാം. ഇവിടെ ഒന്നാമത്തെ പ്രത്യേകത എന്താണ്? Aij is equal to 0 if I not equal to j. ഈ എലമെന്റ്സ് എല്ലാം 0 ആയിരിക്കും. ഐയും ജെയും ഈക്വൽ അല്ല. രണ്ടാമത്തെ കണ്ടീഷൻ എന്താണ്? Aij is equal to k when I is equal to j. ഐയും ജെയും ഈക്വൽ ആയിരിക്കുമ്പോൾ ഇവിടെ വരുന്ന എലമെന്റ്സ് കോൺസ്റ്റന്റ് ആയിരിക്കും, k ആയിരിക്കും. അതാണ് ഈ ഒരു സ്കെയിലർ മെട്രിക്സിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് ഒരു സ്കെയിലർ മെട്രിക്സിന്റെ പ്രത്യേകത. സ്കെയിലർ മെട്രിക്സിന്റെ പ്രത്യേകത എന്താണ്? ഡയഗണൽ എലമെന്റ്സ് എല്ലാം ഈക്വൽ ആയിരിക്കും. നെക്സ്റ്റ് വൺ ഈസ് ഐഡന്റിറ്റി മെട്രിക്സ് ഓർ യൂണിറ്റ് മെട്രിക്സ്. ഐഡന്റിറ്റി മെട്രിക്സ് അല്ല, യൂണിറ്റ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം. ഇവിടെ ഒരു മെട്രിക്സ് നമ്മൾ എഴുതുക. ഇപ്പം ഞാനൊരു മെട്രിക്സ് എഴുതുന്നു. ഈ മെട്രിക്സിന്റെ പ്രത്യേകത എന്താ? ഇവിടെ ഡയഗണൽ എലമെന്റ്സ് എല്ലാം 1 ആണ്. നോൺ ഡയഗണൽ എലമെന്റ്സ് എല്ലാം 0 ആണ്. ഇപ്പോൾ ഡയഗണൽ എലമെന്റ്സ് എല്ലാം 1 ആണ്. നമ്മൾ സ്കെയിലർ മെട്രിക്സ് എന്ന് പറഞ്ഞു. സ്കെയിലർ മെട്രിക്സിൽ ഡയഗണൽ എലമെന്റ്സ് കോൺസ്റ്റന്റ് ആയിരിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ കോൺസ്റ്റന്റ് എന്ന് പറയുമ്പോൾ ഇവിടെ 4 ആണെങ്കിൽ എല്ലായിടത്തും 4, 5 ആണെങ്കിൽ എല്ലായിടത്തും 5, അങ്ങനെ ഏത് നമ്പർ വേണമെങ്കിലും വരാം. പക്ഷേ ആ ഒരു സ്കെയിലർ മെട്രിക്സിന്റെ സ്ഥാനത്ത് ആ സ്കെയിലർ 1 ആവുകയാണെങ്കിൽ നമുക്ക് എന്താ പറയുക? അത് ഐഡന്റിറ്റി മെട്രിക്സ് ആണെന്ന് പറയാൻ സാധിക്കും. സാധാരണയായിട്ട് ഇതിനെ ഡിനോട്ട് ചെയ്യുന്ന IN ആണ്. ഇതിന്റെ ഓർഡർ 3/3 അല്ലെ 3 ആണ് അതിന്റെ ഓർഡർ എന്ന് പറയുമ്പോൾ ഇത് നമുക്ക് I3 എന്ന് എഴുതാൻ സാധിക്കും. അപ്പോൾ എന്താണ് ഒരു യൂണിറ്റ് മെട്രിക്സ് അല്ലെ ഐഡന്റിറ്റി മെട്രിക്സ് എന്ന് പറഞ്ഞാൽ? യൂണിറ്റ് മെട്രിക്സ് ഓർ ഐഡന്റിറ്റി മെട്രിക്സ് ഈസ് എ മെട്രിക്സ് ഇൻ വിച്ച് ഡയഗണൽ എലമെന്റ്സ് ആർ ഈക്വൽ ടു 1 ആൻഡ് നോൺ ഡയഗണൽ എലമെന്റ്സ് ആർ 0. നോൺ ഡയഗണൽ എലമെന്റ്സ് ആർ 0. യൂഷ്വലി ഇറ്റ് ഈസ് ഡിനോട്ടഡ് ബൈ IN ആണ്. നമ്മുടെ നമ്പർ ഓഫ് റോസും നമ്പർ ഓഫ് കോളംസും n ആയിരിക്കും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ I1 നമുക്ക് എങ്ങനെ എഴുതാം? 1. വേറെ ഇവിടെ ഡയഗണൽ എലമെന്റ് ഒന്നേ ഉള്ളതുകൊണ്ട് വേറെ ഒന്നുമില്ല, അതുകൊണ്ട് അങ്ങനെ എഴുതാം. I2 ആണെങ്കിൽ ഇത് രണ്ടും 1, മറ്റേ രണ്ടും 0. I3 ആണ് നമ്മൾ അവിടെ എഴുതി തന്നെയാണിത്, ഇങ്ങനെ പറയാൻ സാധിക്കും. അപ്പോൾ അങ്ങനെ നമുക്ക് ഇതിൻ്റെ ഒരു ജനറൽ ഫോമിലേക്ക് വരാം. Aij n ക്രോസ് n, നമ്പർ ഓഫ് റോസും നമ്പർ ഓഫ് കോളംസും ഇതെല്ലാം സ്ക്വയർ മെട്രിക്സ് ആണ്, പ്രത്യേകം ശ്രദ്ധിക്കണം. അവിടെ ഈ ഐയും ജെയും ഈക്വൽ അല്ലാത്ത എന്ന് പറഞ്ഞാൽ ഈ നോൺ ഡയഗണൽ എലമെന്റ്സ് എല്ലാം എപ്പോഴും 0 ആയിരിക്കും എന്നാണ് ഇതിൻ്റെ മീനിങ്. ഇനി ഐയും ജെയും ഈക്വൽ ആകുമ്പോൾ ഇത് A11 പൊസിഷനാണ്, A22 പൊസിഷൻ, A33 പൊസിഷനാണ്. ഇപ്പോൾ Aij is equal to 1 when I is equal to j. 33 ആകുമ്പോൾ ഐയും ജെ നമ്പർ റോയുടെയും കോളത്തിൻ്റെ എണ്ണം കറക്റ്റായിട്ട് ഈക്വൽ ആവുന്ന സമയത്ത് ഇതിൻ്റെ വാല്യൂ 1 ആയിരിക്കും. ഇനി അപ്പോൾ നമുക്കറിയാം ഇതൊരു സ്കെയിലർ മെട്രിക്സ് തന്നെയാണ്. ഇത് സ്കെയിലർ മെട്രിക്സ് ഈസ് ആൻ ഐഡന്റിറ്റി മെട്രിക്സ്. എന്താ സ്കെയിലർ കോൺസ്റ്റന്റ് 1 ആകുമ്പോഴാണ് ഇത് ഒരു യൂണിറ്റ് മെട്രിക്സ് അല്ലെങ്കിൽ ഐഡന്റിറ്റി മെട്രിക്സ് ആണ്. എവറി ഐഡന്റിറ്റി മെട്രിക്സ് ഈസ് എ സ്കെയിലർ മെട്രിക്സ്. ഇതൊരു സ്കെയിലർ മെട്രിക്സ് ആണെന്ന് നമുക്കറിയാം. കാരണം ഇവിടെ വരുന്ന ഈ ഡയഗണൽ എലമെന്റ്സ് എല്ലാം ഈക്വലാണ്. ഈക്വലായ ഏത് ഡയഗണൽ എലമെന്റ്സ് ഈക്വൽ ആണെങ്കിൽ അതിനെ നമുക്ക് സ്കെയിലർ മെട്രിക്സ് എന്ന് പറയാൻ സാധിക്കും. അപ്പോൾ ഇതൊരു യൂണിറ്റ് മെട്രിക്സ് എപ്പോഴും ഒരു സ്കെയിലർ മെട്രിക്സ് തന്നെയാണ്. യൂഷ്വലി വി ഡിസ്കസ് I1, I2, I3 ഉള്ളിൽ നമുക്ക് ചെയ്യാനുള്ള പ്രോബ്ലത്തിനെല്ലാം മാക്സിമം ഒരു I3 വരെ 3/3 മെട്രിക്സ് അല്ലെ ഓർഡർ 3 വരുന്ന ഐഡന്റിറ്റി മെട്രിക്സ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ ഒരു യൂണിറ്റ് മെട്രിക്സ് എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ് നമ്മൾ ഇവിടുത്തെ പറഞ്ഞത്? സ്ക്വയർ മെട്രിക്സ് ആയിരിക്കും, അതൊരു ഡയഗണൽ മെട്രിക്സ് ആയിരിക്കും, സ്കെയിലർ മെട്രിക്സ് ആയിരിക്കും. ആ സ്കെയിലർ എലമെന്റ്സ് അല്ലെങ്കിൽ ആ സ്കെയിലർ എല്ലാം 1 ആയിരിക്കും. അതാണ് നമ്മൾ അവസാനം പറഞ്ഞ ഈ യൂണിറ്റ് മെട്രിക്സ് ഈസ് സ്ക്വയർ മെട്രിക്സ്, ഡയഗണൽ മെട്രിക്സ് ആണ് സ്കെയിലർ മെട്രിക്സ് വിത്ത് സ്കെയിലർ 1 ആയിരിക്കും. അപ്പോൾ ഇതാണ് നമ്മളൊരു യൂണിറ്റ് മെട്രിക്സിനെ കുറിച്ച് അല്ലെങ്കിൽ ഐഡന്റിറ്റി മെട്രിക്സിനെ കുറിച്ച് നമ്മൾ ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. അടുത്തായിട്ട് നമ്മൾ പഠിക്കുന്നത് റെക്ടാങ്കുലർ മെട്രിക്സ് ആണ്.
റെക്ടാങ്കുലർ മെട്രിക്സ്. എന്തായിരിക്കും ഒരു റെക്ടാങ്കുലർ മെട്രിക്സ് എന്ന് പറഞ്ഞാൽ? സ്ക്വയർ മെട്രിക്സ് എന്ന് പറയുന്നത് നമ്പർ ഓഫ് റോസും നമ്പർ ഓഫ് കോളംസ് ഈക്വൽ ആകുമ്പോഴാണ്. അങ്ങനെയാണെങ്കിൽ നമ്പർ ഓഫ് റോസും നമ്പർ ഓഫ് കോളംസ് ഈക്വൽ അല്ലാതെ വരുമ്പോഴാണ് അത്തരം ഒരു മെട്രിക്സിനെ നമ്മൾ എന്ന് പറയുന്നത് റെക്ടാങ്കുലർ. അപ്പോൾ എന്താണ് അതിൻ്റെ ഒരു ഡെഫിനേഷൻ പറഞ്ഞാൽ, ഇഫ് എ മെട്രിക്സ് ഹാസ് ഡിഫറെൻറ്റ് നമ്പർ ഓഫ് റോസ് ആൻഡ് കോളംസ്, ദാറ്റ് ഈസ് ഇഫ് ദ നമ്പർ ഓഫ് റോസ് ഈസ് നോട്ട് ഈക്വൽ ടു നമ്പർ ഓഫ് കോളംസ്, then that matrix is called a rectangular matrix. So, ഒരു എക്സാമ്പിൾ നമുക്ക് പറയാമെങ്കിൽ 2 3 4 5 6 7 ഇതൊരു റെക്ടാങ്കുലർ മെട്രിക്സ് ആണ്. കാരണം ഇവിടെ നമ്പർ ഓഫ് റോസ് എന്ന് പറയുന്നത് 2 ആണ്, റോസ് 2 ആണ്. നമ്പർ ഓഫ് കോളംസ് എന്ന് പറയുന്നത് 3 ആണ്. സോ ദിസ് ഈസ് എ 2/3 മെട്രിക്സ്. ഇത് കാണുമ്പോൾ നമുക്കറിയാം നമ്പർ ഓഫ് റോസും നമ്പർ ഓഫ് കോളംസും ഡിഫറെൻ്റ് ആയതുകൊണ്ട് ഇതൊരു റെക്ടാങ്കുലർ മെട്രിക്സ് എന്ന് നമുക്ക് പറയാൻ സാധിക്കും. അടുത്തായിട്ട് നമ്മൾ പറയുന്നത് അപ്പർ ട്രയാങ്കുലർ മെട്രിക്സ് ആണ്. അപ്പർ ട്രയാങ്കുലർ മെട്രിക്സ് എന്താണ് അപ്പർ ട്രയാങ്കുലർ മെട്രിക്സ് എന്ന് നമുക്ക് നോക്കാം. ഞാനിങ്ങനെ ഒരു മെട്രിക്സ് എഴുതുകയാണ്. ഈ മെട്രിക്സിൻ്റെ പ്രത്യേകത എന്താണ്? നമ്മൾ ഈ ഡയഗണൽ എലമെൻറ്റ്സിന് മുകളിലോട്ടുള്ള തിരിച്ചാണ് അപ്പർ ട്രയാങ്കിൾ, ഇങ്ങനെ നമുക്ക് പറയാം. ഇവിടെയുള്ള പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ ഡയഗണൽ എലമെൻറ്റ്സിന് താഴോട്ടുള്ള എലമെൻറ്റ്സ് എല്ലാം 0 ആണ്, മേളിലോട്ട് ഉള്ള അപ്പോൾ ഇതിനപ്പുറത്തോട്ടെല്ലാം സംഖ്യകൾ വരും. ഈ ഡയഗണൽ എലമെൻറ്റ്സ് ഇങ്ങനെയാണ് ഈ ഡയഗണൽ എലമെൻറ്റ്സ് വരുന്നത്. ഈ ഡയഗണൽ എലമെൻറ്റ്സിന് താഴോട്ട് വരുന്നതല്ല 0 ആണ്, അതിന് മേളിലോട്ട് വരുന്ന ഉള്ള സംഖ്യകളായിട്ട് വരിക, നമ്പേഴ്സായിട്ട് വരിക, നോൺ 0 നമ്പേഴ്സ് ആണെങ്കിൽ അത്തരം മെട്രിക്സിനെയാണ് നമ്മൾ അപ്പർ ട്രയാങ്കുലർ മെട്രിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ഒരു അപ്പർ ട്രയാങ്കുലർ മെട്രിക്സ്? ഇഫ് ഇൻ എ മെട്രിക്സ് all the elements above the diagonal elements are non-zero numbers, then that is called an upper triangular matrix. ഇനി ലോവർ ട്രയാങ്കുലർ മെട്രിക്സ് എന്ന് പറയുമ്പോൾ അപ്പോൾ എന്തായിരിക്കും? 10ാമതായിട്ട് നമ്മൾ പഠിക്കുന്ന ലോവർ ട്രയാങ്കുലർ മെട്രിക്സ് ആണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഒരു എക്സാമ്പിൾ എഴുതിയാൽ, പിന്നെ ഞാൻ 5 എഴുതുന്നു. ഇവിടെ നമ്മളിങ്ങനെ ഈ ഡയഗണൽ എലമെൻറ്റ്സ് ഇങ്ങനെ എടുക്കാമെങ്കിൽ ഇവിടെ ഡയഗണൽ എലമെൻറ്റ്സിന് താഴോട്ടുള്ള ഭാഗം 0 അല്ല, മുകളിലോട്ടുള്ള ഭാഗം 0 ആയിരിക്കും. സോ ഇഫ് എ മെട്രിക്സ് ഹാസ് all the elements below the diagonal elements are non-zero, if all those elements are non-zero, then that type of matrix is called a lower triangular matrix. അപ്പോൾ ഇതായിരിക്കും നമുക്ക് ലോവർ ട്രയാങ്കുലർ മെട്രിക്സ് എന്ന് നമ്മൾ പറയുന്നത്. അപ്പോൾ അപ്പർ ട്രയാങ്കുലർ മെട്രിക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതിന് മേളിലോട്ടുള്ള സംഖ്യകളെല്ലാം non-zero ആയിരിക്കും. ഈ ഡയഗണൽ എലമെൻറ്റ്സിന് മേളിലോട്ടുള്ള സംഖ്യകൾ തീർച്ചയായിട്ടും 0 ആയിരിക്കും. താഴോട്ട് 0 ആയാൽ കുഴപ്പമില്ല, 0 ആയിരിക്കും. അപ്പോൾ ഇതിന് മേളിലോട്ടുള്ള ഭാഗം അതാണ് അപ്പർ ട്രയാങ്കിൾ. അതൊരു ട്രയാങ്കുലർ ഷേപ്പിലല്ലേ നമ്പേഴ്സ് വരുന്നത്. താഴെയാണെങ്കിലോ ഇതിന് താഴോട്ടുള്ള ഭാഗം ഒരു ട്രയാങ്കുലർ ഷേപ്പിൽ നമ്പേഴ്സാണ് വരുന്നത്. അതുകൊണ്ടാണ് അവിടെ ലോവർ ട്രയാങ്കുലർ മെട്രിക്സ് എന്ന് പറയുന്നത്. അപ്പം ഡയഗണൽ എലമെൻറ്റ്സിന് മേളിലോട്ടുള്ള ഭാഗം 0 ആയിരിക്കും. ഇവിടെ ആണെങ്കിൽ മേളിലെ ട്രയാങ്കുലർ ഷേപ്പിൽ കാണും, താഴെ ഉള്ള ഇതിൻ്റെ താഴോട്ടുള്ള ഭാഗം 0 ആയിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള മെട്രിക്സിനെ നമ്മൾ അപ്പർ ട്രയാങ്കുലർ മെട്രിക്സ് എന്നും ലോവർ ട്രയാങ്കുലർ മെട്രിക്സ് എന്നും നമ്മൾ പറയും. സോ നെക്സ്റ്റ് പാർട്ട് ഈസ് ഇക്വാളിറ്റി ഓഫ് മെട്രിക്സസ്. രണ്ട് മെട്രിക്സസ് എപ്പോഴാണ് ഈക്വൽ ആകുന്നത് എന്നുള്ളതാണ് നമ്മൾ പറയുന്നത്. സപ്പോസ് വി ഹാവ് 2 മെട്രിക്സസ് എ ആൻഡ് ബി. നമ്മൾ ക്യാപിറ്റൽ ലെറ്റേഴ്സ് കൊണ്ടാണ് രണ്ട് മെട്രിക്സസിനെ ഡിനോട്ട് ചെയ്യുന്നത്. അപ്പോൾ എ ആൻഡ് ബി they are said to be equal എന്ന് പറയുമ്പോൾ നമ്മൾ ഇങ്ങനെയാണ് ഡിനോട്ട് ചെയ്യുന്നത്. എപ്പോഴൊക്കെയാണ്? if രണ്ട് കണ്ടീഷനാണ്. their order are the same. രണ്ടാമത്തെ കണ്ടീഷൻ കറസ്പോണ്ടിങ് എലമെന്റ്സ് ആർ ഈക്വൽ.
കറസ്പോണ്ടിങ് എലമെൻറ്റ്സ് ആണ് എന്ന് പറഞ്ഞാൽ AIJ ഇസ് ഈക്വൽ ടു BIJ ഫോർ ഓൾ I, J. ഇതാണ് ഇവിടെ മനസ്സിലാക്കുന്ന രണ്ട് മെട്രിക്സസ് എയും ബിയും എയും ബിയും ഉണ്ടെന്ന് കരുതി. അത് രണ്ട് ഈക്വൽ ആണെന്ന് പറയുന്നു. സാധാരണ ഡിനോട്ട് ചെയ്യുന്ന A ഇസ് ഈക്വൽ ടു B ആണ്. രണ്ട് കണ്ടീഷനാണ്. ഒന്ന്, അവയുടെ ഓർഡർ സെയിം ആയിരിക്കും. എന്ന് പറഞ്ഞാൽ എയുടെ ഓർഡർ 3/2 ആണെങ്കിൽ ബിയുടെ ഓർഡറും 3/2 തന്നെ ആയിരിക്കണം. 2/3 ആണെങ്കിൽ പറ്റത്തില്ല. കറസ്പോണ്ടിങ് എലമെൻറ്റ്സ് ആർ ഈക്വൽ എന്ന് പറഞ്ഞാൽ അതെന്താണ്? നമുക്കൊരു എക്സാമ്പിളായിട്ട് നമുക്ക് ഇവിടെ നോക്കാം. നമുക്കിവിടെ രണ്ട് 2/2 മെട്രിക്സ് ആണ് ABCD EFGH എന്ന് പറയുന്ന ഈ രണ്ട് മെട്രിക്സ് ഈക്വൽ ആവുന്ന എപ്പോഴാണ്? കറസ്പോണ്ടിങ് എലമെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ ഇവിടെ A11 പൊസിഷനിലുള്ളതാണ്. 1th റോ 1th കോളം A11 എന്നുള്ള പൊസിഷനിലാണ് ഇവിടെ A. അപ്പോൾ A B ഈക്വൽ ആയിരിക്കണം. A21 എന്നുള്ള പൊസിഷൻ ഇവിടെ A21 എന്നുള്ള പൊസിഷൻ F ആണ്. അപ്പോൾ ബിയും എഫും ഈക്വൽ ആയിരിക്കണം. സിയും ജിയും ഈക്വൽ ആയിരിക്കണം ഡി വെച്ച്. എന്ന് പറഞ്ഞാൽ കറസ്പോണ്ടിങ് അതിൻ്റെ പ്ലേസ് കറക്റ്റ് ആയിരിക്കണം. കറസ്പോണ്ടിങ് പ്ലേസിൽ കറസ്പോണ്ടിങ് എലമെൻറ്റ്സ് എന്നാണ് നമ്മൾ അതിനെ പറയുന്നത്. കറസ്പോണ്ടിങ് എലമെൻറ്റ്സ് ഈക്വൽ ആയെങ്കിൽ മാത്രമേ രണ്ട് മെട്രിക്സസ് ഈക്വൽ ആണെന്ന് നമുക്ക് പറയാൻ സാധിക്കുകയുള്ളൂ. ഇവിടെ നോക്കിയേ, ഇവിടെ എലമെൻറ്റ്സ് എല്ലാം കറക്റ്റ് ആണ്. പക്ഷേ ഇവിടെ 3 ഇവിടെ 2 ആയിപ്പോയി. അതുകൊണ്ട് എന്താണ്? ദേ ആർ നോട്ട് ഈക്വൽ. ഇത് രണ്ടും നോട്ട് ഈക്വൽ ആണ്. കാര്യം ഇവിടെ എലമെൻറ്റ്സ് എല്ലാം ഈക്വൽ ആണല്ലോ. പക്ഷേ അത് ഈക്വൽ ആകാതിരിക്കാൻ കാരണം ഇവിടെ ഓർഡർ ഡിഫറെൻ്റ് ആണ്. ഓർഡേഴ്സ് ആർ ഡിഫറെൻ്റ്. ഇത് 2/2 ആണ്. ഇത് 2/3 മെട്രിക്സ് ആണ്. 2/2 2/3 ഡിഫറെൻറ്റ് ഓർഡർ ആയതുകൊണ്ട് ഈ രണ്ട് മെട്രിക്സ് ഒരിക്കലും ഈക്വൽ ആകത്തില്ല. അപ്പോൾ എന്തൊക്കെയാണ്, എപ്പോഴൊക്കെയാണ് രണ്ട് മെട്രിക്സസ് ഈക്വൽ ആവുന്നത്? ദർ ഓർഡേഴ്സ് ആർ ദ സെയിം. രണ്ടിൻ്റെ ഓർഡർ 2/2 ആണ്, അവിടെയും 2/2. പിന്നെ കറസ്പോണ്ടിങ് എലമെൻറ്റ്സ് ആർ ഈക്വൽ. പൊസിഷൻ കറക്റ്റ് ആയിരിക്കണം. അങ്ങനെയുള്ള എലമെൻറ്റ്സ് നമ്മൾ അല്ല അങ്ങനെയുള്ള മെട്രിക്സസ് നമ്മൾ ഈക്വൽ മെട്രിക്സസ് എന്ന് പറയാം. അപ്പോൾ ഇതാണ് ഇക്വാളിറ്റി ഓഫ് മെട്രിക്സസ് നമ്മൾ പറയുന്നത്. അടുത്തതായിട്ട് നമുക്ക് കുറച്ച് പ്രോബ്ലംസ് ഒന്ന് ഡിസ്കസ് ചെയ്യാം. അതിൽ ഫസ്റ്റ് പ്രോബ്ലം ഇതാണ്: വാട്ട് ആർ ദ പോസിബിൾ ഓർഡേഴ്സ് ഓഫ് ദി ഫോളോയിങ് മെട്രിക്സസ്? ഒന്നാമത് പറഞ്ഞിരിക്കുന്നത് എ മെട്രിക്സ് വിത്ത് 12 എലമെൻറ്റ്സ്, രണ്ടാമത് പറഞ്ഞിരിക്കുന്നത് എ മെട്രിക്സ് വിത്ത് 7 എലമെൻറ്റ്സ്. അപ്പോൾ ഇവിടെ ഒരു മെട്രിക്സ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഒരു മെട്രിക്സിൻ്റെ ഓർഡർ M/N ആണെങ്കിൽ അതിൽ ടോട്ടൽ നമ്പർ ഓഫ് എലമെൻറ്റ്സ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ടോട്ടൽ നമ്പർ ഓഫ് എലമെൻറ്റ്സ് M×N. അപ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് എലമെൻറ്റ്സ് Mn ആണെങ്കിൽ അതിൻ്റെ ഓർഡർ പോസിബിൾ ഓർഡേഴ്സ് എന്തൊക്കെ വരാമെന്നാണ്. അപ്പോൾ നമുക്കറിയാം M×N അല്ലെങ്കിൽ N×M മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ Mn വരും. ഇപ്പോൾ ഇവിടെ ആദ്യത്തെ നമുക്ക് എടുക്കാം. ഇവിടെ നമ്പർ ഓഫ് എലമെൻറ്റ്സ്, ആ മെട്രിക്സിലെ നമ്പർ ഓഫ് എലമെൻറ്റ്സ് എത്രയാണ്? 12 ആണ്. അപ്പോൾ ഇതിന് പോസിബിളായിട്ടുള്ള ഓർഡർ എന്ന് പറഞ്ഞാൽ ആ മെട്രിക്സിനകത്ത് 12 എലമെൻറ്റ്സേ പാടുള്ളൂ. അതിൻ്റെ ഓർഡർ ഏതൊക്കെ വരാമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ അതിൻ്റെ നമ്പർ ഓഫ് റോസും നമ്പർ ഓഫ് കോളംസ് ഏതൊക്കെ സംഖ്യകൾ വരാം എന്ന് പറഞ്ഞാൽ നമ്മളൊരു മെട്രിക്സ് എഴുതുമ്പോൾ M/N എന്നുള്ള ഫോമിലാണ് എഴുതുന്നത്. ആ M/N കൂടെ വിളിച്ചാൽ 12 കിട്ടണം. അത്രേ ഉള്ളൂ. ടെക്നിക്ക് ഇതാണ്. അതിൻ്റെ ആ നമ്പർ ഓഫ് റോസിൻ്റെ നമ്പർ ഓഫ് കോളംസിൻ്റെയും കൂടെ പ്രോഡക്റ്റ് 12 ആയിട്ട് വരുന്ന പോസിബിൾ ഓർഡേഴ്സ് എല്ലാം എഴുതാം. അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് ഒരെണ്ണം നോക്കാം. പോസിബിൾ ഓർഡേഴ്സാണ്. ഓർഡർ എന്ന് പറയുമ്പോൾ ഈ ഫോമിൽ എഴുതണം, M/N എന്നുള്ള ഫോമിൽ എഴുതണം. അപ്പോൾ ഇതിന് 1 റോയും 1 റോ ഉണ്ടെങ്കിൽ എത്ര കോളം കാണും? രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്യാൻ 12 വരണമെന്നുണ്ടെങ്കിൽ 12 അല്ലേ പറ്റത്തുള്ളൂ. പിന്നെ ഉള്ളത് 12 × 1 ആകാം. ഇത് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ 1 ഉം 12 എടുക്കാം. അങ്ങനെ തിരിച്ച് മറിച്ച് എഴുതാം. ഇതിൻ്റെ ഓർഡർ 1/12 ആകാം, അല്ലെ 12/1 ആകാം. രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 12 എലമെൻറ്റ്സ് അവിടെ കാണാം. 2 തുടങ്ങിയാൽ എന്താണ്? 2നെ ഏതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് 12 വരുന്നത്. അപ്പോൾ 2/6 ആകാം, അല്ലെങ്കിൽ 6/2 ആകാം. ഇനി 3 തുടങ്ങുകയാണ്. നമ്പർ ഓഫ് റോസ് 3 ആണെങ്കിൽ കോളം എത്ര വരും? 3/4 അല്ലെങ്കിൽ 4/3. ഇതൊന്നും അല്ലാതെ വേറെ സംഖ്യകളൊന്നും മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് 12 കിട്ടുകയില്ലെന്നറിയാം. അപ്പോൾ ഇതിൻ്റെ പോസിബിൾ ഓർഡേഴ്സ് എന്ന് പറയുന്നത് ഈ 6 എണ്ണമാണ്. ഏതൊക്കെയാണ് 6 പോസിബിൾ ഓർഡേഴ്സ്? 1/12, 12/1, 2/6, 6/2, 3/4, 4/3. ഇതുപോലെ തന്നെ ഒരെണ്ണം കൂടെ പറയുന്നുണ്ട്. ഇവിടെ മറ്റൊരു മെട്രിക്സിൽ നമ്പർ ഓഫ് എലമെൻറ്റ്സ് എന്ന് പറയുന്നത് 7 ആണ്. അപ്പോൾ അതിനകത്ത് 7 എലമെൻറ്റ്സേ പാടുള്ളൂ. അപ്പം അങ്ങനെയാണെങ്കിൽ അതിൻ്റെ പോസിബിൾ ഓർഡേഴ്സ് ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ അവയുടെ നമ്പർ ഓഫ് റോസിൻ്റെയും കോളത്തിൻ്റെയും കൂടെ എണ്ണത്തിൻ്റെ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് 7 ആകണം. അങ്ങനെയുള്ള പോസിബിൾ ഓർഡേഴ്സ് 1 തുടങ്ങി എന്താണ്? 1/7 കാണാം. ഇത് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ 7 കിട്ടും. അപ്പോൾ അതിനകത്ത് 7 എലമെൻറ്റ്സ് കാണും. പിന്നെ മറ്റൊന്നെന്താണ്? 7/1. ഇതല്ലാതെ മറ്റ് ഓർഡേഴ്സ് വല്ലതും നമുക്ക് പോസിബിൾ ആണോ? അല്ല. അപ്പോൾ ഇതിൻ്റെ പോസിബിൾ ഓർഡേഴ്സ് ഏതൊക്കെയാണ്? 1/7 ആൻഡ് 7/1 ആണ്.
Look at the second question. Construct a 2 by 2 matrix A where again matrix A is equal to Aij whose elements are given by ഇവിടെ എ ബി സി ഡി 4 പാർട്ടാണ് തന്നിരിക്കുന്നത്. A പാർട്ട് എ ഐ ജെ ഇസ് ഈക്വൽ ടു ഐ പ്ലസ് ജെ. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻ നമുക്ക് ഈ കഴിഞ്ഞ 2020 മാർച്ചിൽ ചോദിച്ചൊരു മോഡൽ രീതി എന്ന് പറഞ്ഞാൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. അപ്പോൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കണ്ടാൽ 2 by 2 മെട്രിക്സ് നമ്മൾ തന്നെ ഫോം ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അതിൻ്റെ എലമെൻസിൻ്റെ പ്രത്യേകതയാണ് എ ഐ ജെ ഇസ് ഈക്വൽ ടു ഐ പ്ലസ് ജെ എന്ന് പറയുന്നത് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻ കേൾക്കുമ്പോഴേ പറഞ്ഞാൽ നമ്മളൊരു ജനറൽ ഫോം ഓഫ് 2 by 2 മെട്രിക്സ് ആണ് എഴുതണം. അപ്പോൾ നമ്മളിങ്ങനെ എഴുതുന്നു ജനറൽ ഫോം 2 by 2 matrix is 2 by 2 matrix ആകുമ്പോഴത്തേക്ക് നമുക്ക് ഇങ്ങനെ എഴുതാം A11 A12 A21 A22. ഇനി ഇവിടുത്തെ എലമെൻറ്റ്സ് കണ്ടുപിടിച്ചാൽ മതി. അപ്പോൾ ഇത് 2 by 2 മെട്രിക്സ് ആണ്. എലമെൻറ്റ്സ് എങ്ങനെ കണ്ടുപിടിക്കാനാണ് ആദ്യത്തെ പാർട്ടിൽ പറഞ്ഞിരിക്കുന്നത് എ ഐ ജെ ഇസ് ഈക്വൽ ടു ഇവിടെ പറഞ്ഞിരിക്കുന്നത് എ ഐ ജെ ഇസ് ഈക്വൽ ടു ഐ പ്ലസ് ജെ എന്നാണ്. അങ്ങനെയാണെങ്കിൽ A11 കാണണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ എലമെൻറ്റ്സിൻ്റെ പ്രത്യേകത ഈ ഫോർമുല ഉപയോഗിച്ച് കണ്ടുപിടിക്കാനാണ് നമ്മളോട് പറയുന്നത്. ഇപ്പോൾ A11 കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഐയുടെ സ്ഥാനത്ത് 1ഉം ജെയുടെ സ്ഥാനത്ത് 1ഉം കൊടുത്താൽ നമുക്ക് 2 എന്ന് കിട്ടും. അപ്പോൾ ഈ എലമെൻറ്റ് 2 എന്ന് കിട്ടും. ഇനി A12 കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? ഈ രണ്ട് ഐയും ജെയും കൂടെ കൂട്ടിയാൽ മതി. ഇപ്പോൾ 1 + 2 = 3 എന്ന് വരും. A21 കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? 2ഉം 1ഉം കൂടെ കൂട്ടുക, അപ്പോൾ 3 വരും. A22 കണ്ടുപിടിക്കണമെങ്കിലോ ഐയും ജെയും കൂടെ കൂട്ടുക, 2 + 2 എന്ന് പറഞ്ഞാൽ 4 എന്ന് വരും. അപ്പോൾ A11ൻ്റെ സ്ഥാനത്ത് നമുക്ക് 2 എഴുതാം, A12ൻ്റെ സ്ഥാനത്ത് നമുക്ക് 3 എഴുതാം, A21ൻ്റെ സ്ഥാനത്ത് നമുക്ക് 3 എഴുതാം, A22ൻ്റെ സ്ഥാനത്ത് 4 എഴുതാം. അപ്പോൾ നമുക്കിത് ഒരു മെട്രിക്സ് ആയിട്ട് എഴുതി അങ്ങനെ എഴുതാം 2 3 3 4. അപ്പോൾ ഇതായിരിക്കും ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത്. ഇവിടെ റോയുടെയും കോളത്തിൻ്റെയും പൊസിഷൻ രണ്ടും സം ചെയ്താണ്. അപ്പം 1 1 ആകുമ്പോൾ 1 1 കൂടെ കൂട്ടി എഴുതുക. അപ്പോൾ അങ്ങനെ എഴുതണം നിർബന്ധമൊന്നുമില്ല, മനസ്സിൽ കണക്ക് കൂട്ടി എഴുതി ഇങ്ങനെ എഴുതിയാലും മതി. അപ്പോൾ ഇതാണ് എ പാർട്ടിൻ്റെ ആൻസർ. നമുക്കിനി ബി പാർട്ട് നോക്കാം. ബി പാർട്ടിൽ പറഞ്ഞിരിക്കുന്നത് ഡെഫിനിഷൻ വേറെയാണ്. അതും 2 by 2 മെട്രിക്സ് ആയതുകൊണ്ട് നമുക്ക് അങ്ങനെ തന്നെ എടുക്കാം. ഇവിടെ ഡെഫിനിഷൻ എങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത് നോക്കാം. ഇപ്പോൾ ഡെഫിനിഷൻ എങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്? എ ഐ ജെ ഇസ് ഈക്വൽ ടു ഐ പ്ലസ് 2j ദ ഹോൾ സ്ക്വയർ ബൈ 2 ആണ്. അപ്പോൾ ഇവിടെ നമ്മൾ മുമ്പേ കണ്ട പോലെ ഈ എലമെൻറ്റ്സ് എല്ലാം കണ്ടുപിടിക്കണം. എന്നിട്ട് അത് കിട്ടുന്ന വാല്യൂ ഇവിടെ എഴുതിയാണ്. അപ്പോൾ ആദ്യം നമുക്ക് A11 ഒന്ന് കാണണമെങ്കിൽ എന്ത് ചെയ്യണം? ഐ കാണുന്നിടത്ത് 1ഉം ജെ കാണുന്നിടത്ത് 1ഉം കൊടുത്തു കഴിഞ്ഞാൽ 1 + 2 × 1 the whole square by 2 ഉണ്ട്. What is 2 + 1 3 3 square by 2 9 by 2 ഉണ്ട്. 9 by 2 തന്നെ എഴുതിയാൽ മതി, 4.5 എന്നൊന്നും എഴുതാൻ. A21 ആണെങ്കിൽ എങ്ങനെ എഴുതാം? ഐയുടെ സ്ഥാനത്ത് നമ്മൾ 2 എഴുതി, ജെയുടെ സ്ഥാനത്ത് 1 എഴുതി, the whole square by 2. അപ്പോൾ അത് 16 by 28 എന്ന് കിട്ടും. A12 ആണ് നമുക്ക് ആദ്യം കാണേണ്ടത്. ഒരു കാര്യം ചെയ്യാൻ A21 അങ്ങനെ കിടക്കട്ടെ. A12 കണ്ടാൽ എങ്ങനെ എഴുതാം? A12 ആണെങ്കിൽ ഐ കാണുന്നിടത്ത് 1 എഴുതണം. അപ്പോൾ 1 + 2 × ജെ കാണുന്നിടത്ത് 2 എഴുതണം, the whole square by 2 എന്ന് എഴുതും. അപ്പോൾ 4 + 1 5 25 by 2 എന്ന് എഴുതും. ഇനി നമുക്ക് വേണ്ടത് A22 ആണ്. A22 എഴുതാനായിട്ട് ഐയും ജെയും കാണുന്നിടത്ത് നമുക്ക് 2 × 2 എഴുതുക. അപ്പോൾ 2 + 2 × 2 the whole square by 2 എന്ന് കിട്ടും. അപ്പോൾ അങ്ങനെ എഴുതാം 4 + 2 6 36 by 2 18 എന്ന് കിട്ടും. അപ്പോൾ സൂക്ഷിച്ചെഴുതാം. എലമെൻറ്റ്സ് എഴുതുമ്പോൾ ആദ്യം A11 ആണ് എഴുതേണ്ടത്. A11 എന്ന് പറഞ്ഞാൽ 9 by 2 ആണ്. A12 25 by 2 ആണ്. A21 8 ആണ്. അടുത്ത A22 എന്ന് പറയുമ്പോൾ 18 വരും. അപ്പോൾ ഇങ്ങനെ നമുക്ക് മെട്രിക്സ് കണ്ടുപിടിക്കാൻ സാധിക്കും. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇതേപോലെ എ ഐ ജെയുടെ ഡെഫിനിഷൻ തന്നിട്ട് മറ്റ് അതിൻ്റെ എലമെൻറ്റ്സ് കണ്ടുപിടിക്കാനായിട്ട്. ഇനി സി പാർട്ട് നമുക്ക് നോക്കാം. സി പാർട്ടിലെ അവിടെയും 2 by 2 മെട്രിക്സ് ആണ്. അതിൻ്റെ ജനറൽ ഫോം ഇങ്ങനെ വരും. ഇവിടെ ഡെഫിനിഷൻ തന്നിരിക്കുന്നത് എ ഐ ജെ ഇസ് ഈക്വൽ ടു -1 by 2 അബ്സല്യൂട്ട് വാല്യൂ ഓഫ് ഐ - 3j. അബ്സല്യൂട്ട് വാല്യൂ കാണാനാണ് പറഞ്ഞിരിക്കുന്നത്. ദാറ്റ് ഈസ് നമുക്ക് ആദ്യം A11 കാണാം. ഐ കാണുന്നിടത്ത് 1ഉം ജെ കാണുന്നിടത്ത് 1ഉം കൊടുത്താൽ -1 by 2 അബ്സല്യൂട്ട് വാല്യൂ
ഐ കാണുന്നത് 1 കൊടുത്താൽ 1 മൈനസ് 3 ഇൻറ്റു 1 എന്ന് വരും. ദാറ്റ് ഈസ് -1/2 ഇൻറ്റു വാട്ട് ഈസ് 1 മൈനസ് 3 -2 ആണ്. അപ്പോൾ -2ൻ്റെ അബ്സല്യൂട്ട് വാല്യൂ ദാറ്റ് ഈസ് -1/2 ഇൻറ്റു 2 ദാറ്റ് ഈസ് -1 എന്ന് വരും. ഇനി A1 2 നമുക്ക് നോക്കാം. -12. ഇവിടെ ഐയുടെ സ്ഥാനത്ത് 1 എഴുതുന്നു, ജെയുടെ സ്ഥാനത്ത് നമുക്ക് 2 എഴുതാം. അപ്പോൾ 3 ഇൻറ്റു 2 എന്ന് വരും. ദാറ്റ് ഈസ് -1/2. ഇത് 1 - 6 എന്ന് എഴുതാം. ദാറ്റ് ഈസ് -5 ആണ്. സോ -1/2 ഇൻറ്റു 5 ദാറ്റ് ഈസ് -5/2 എന്ന് വരും. ഇനി നമുക്ക് A21 നോക്കാം. A21 -1/2. ഇവിടെ ഐ കാണുന്നിടത്ത് 2 എഴുതണം, ജെ കാണുന്നിടത്ത് 1 എഴുതണം. ദാറ്റ് ഈസ് -1/2. വാട്ട് ഈസ് 2 minus 3 that is -1. Absolute value of -1 is 1 that is -1/2. ഇനി A22 കാണാം. -1/2 ഇൻറ്റു ഐ കാണുന്നിടത്ത് 2 എഴുതിയാൽ 2 മൈനസ് ജെ കാണുന്നത് 2 എഴുതിയാൽ 3 ഇൻറ്റു 2 ദാറ്റ് ഈസ് -1/2 ഇൻറ്റു വാട്ട് ഈസ് 2 - 6 -4 ആണ്. അബ്സല്യൂട്ട് വാല്യൂ 4 -4 is 4 that is -2 then. So the final value is A11 is -1, A12 is -5/2, A21 is -1/2, A22 is -2. So this will be the answer. Look at the last one, D part. But a general form of a 2/2 matrix can be written as this, and the definition is Aij is equal to I by j എന്നുള്ളതാണ്. ഇവിടെ ഡെഫിനിഷൻ I by j ആണ്. അപ്പോൾ ഇവിടെ ഐയുടെയും ജെയുടെയും സ്ഥാനത്ത് 1/1 എന്ന് എഴുതിയാൽ 1 ആണ്. ഐയുടെയും ജെയുടെയും സ്ഥാനത്ത് 1ഉം 2 എഴുതിയാൽ 1/2 എന്ന് വരും. ഇവിടെ ഐയുടെ സ്ഥാനത്ത് 2 ജെയുടെ സ്ഥാനത്ത് 1 എഴുതിയാൽ 2 എന്ന് കിട്ടും. രണ്ടിൻ്റെയും സ്ഥാനത്ത് 2/2 എന്ന് എഴുതി കഴിഞ്ഞാൽ 1 എന്ന് കിട്ടും. അപ്പോൾ ഇവിടെ നമുക്ക് മെട്രിക്സ് എങ്ങനെയാണ് കിട്ടുന്നത്? A11ൻ്റെ സ്ഥാനത്ത് 1, 1/2, 2, 1 എന്ന് കിട്ടും. സോ ദിസ് ഈസ് ദ ആൻസർ. അപ്പോൾ ഇതായിരിക്കും ഇതിൻ്റെ ഡി പാർട്ടിൻ്റെ ആൻസർ എന്ന് പറയുന്നത്. Look at the fourth question. Construct a 3/2 matrix. നമ്മൾ 2/2 ആയിരുന്നു. ഇവിടെ 3/2 matrix with A is equal to Aij whose elements are given by Aij is equal to half of absolute value of I minus 3j ആണ്. അപ്പോൾ ഇവിടെ മെട്രിക്സിൻ്റെ ഓർഡർ 3/2 ആണ് പറഞ്ഞിരിക്കുന്നത്. നമുക്കിങ്ങനെ പറയാം ജനറൽ ഫോം. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻ വരുമ്പോൾ ആദ്യം ജനറൽ ഫോം എഴുതണം. ജനറൽ ഫോം ഓഫ് എ 3/2 matrix is, അപ്പോൾ ഇതിന് 3 റോയും 2 കോളവുമാണ്. അപ്പോൾ 3 റോ ഉള്ളതുകൊണ്ട് നമുക്ക് A11, A12, A21, A22, A31, A32. ഇതിന് 3 റോ ഉണ്ട്, 2 കോളമാണ്. അതാണ് 3/2 മെട്രിക്സ്. ഇനി ഇതിലെ എലമെൻറ്റ്സ് എങ്ങനെ കണ്ടുപിടിക്കാന്നാണ് ഇവിടെ ഡെഫിനേഷനിൽ പറഞ്ഞിരിക്കുന്നത്. നമുക്ക് നോക്കാം. Aij is equal to half of I minus 3j ആണ്. അപ്പോൾ ഇത് വെച്ചുകൊണ്ട് നമുക്ക് ഇതിലെ എല്ലാ എലമെൻറ്റ്സും ഒന്ന് കണ്ടുപിടിക്കാം. A11 എന്ന് പറയുമ്പോൾ ഐ ജെയും കാണുന്നിടത്ത് 1 കൊടുക്കുക. ദാറ്റ് ഈസ് ഹാഫ് ഓഫ് 1 minus 3 into 1. That is half of. What is 1 minus 3 minus 2? Absolute value of minus 2 is 2. So answer is 1. A12 കാണുന്നു. That is half of. I കാണുന്നിടത്ത് 1, J കാണുന്നിടത്ത് 2 കൊടുക്കുക. That is half of. What is 1 minus 6? Minus 5. Absolute value of minus 5 is 5. That is 5/2 എന്ന് കിട്ടും. A21 നോക്കാം. ഹാഫ് ഓഫ് ഐ കാണുന്നിടത്ത് 2 ഇട്ട് കൊടുക്കാം. മൈനസ് ജെ കാണുന്നിടത്ത് 1 കൊടുക്കാം. ഹാഫ് ഓഫ് വാട്ട് ഈസ് 2 minus 3 minus 1. Absolute value of minus 1 is 1. That is 1/2. A22 ഹാഫ് ഓഫ് ഐ കാണുന്നിടത്ത് നമ്മൾ 2 കൊടുക്കുന്നു. ജെ കാണുന്നിടത്ത് നമ്മൾ 2 കൊടുക്കുന്നു. That is half of. What is 2 minus 6 minus 4? Absolute value of minus 4 is 4. That is 2. A31 is half of. I കാണുന്നിടത്ത് 3 കൊടുക്കുന്നു. J കാണുന്നിടത്ത് 1 കൊടുക്കുന്നു. That is half of 0. That is 0.
A3 2 ഹാഫ് ഓഫ്. ഇവിടെ I കാണുന്നിടത്ത് നമ്മൾ 3 കൊടുക്കുന്നു, J കാണുന്നിടത്ത് 2 ആണ് കൊടുക്കുന്നത്. 3 into 2 കൊടുക്കും. That is half of. What is 3 minus 6? Minus 3. Absolute value of minus 3 is 3. That is 3/2. അപ്പോൾ എല്ലാ എലമെൻസും ആയി. ഇനിയിപ്പോൾ നമുക്ക് അതിങ്ങോട്ട് എഴുതി കഴിഞ്ഞാൽ ഇതിൻ്റെ എലമെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ A11 എന്ന് പറയുമ്പോൾ 1 5/2 1/2 2 0 3/2. അപ്പോൾ ഈ രീതിയിൽ നമുക്കിതിൻ്റെ ആൻസർ കണ്ടെത്താം. ഇത് 3/2 മെട്രിക്സ് ആണ്. 3 rows and 2 columns. ഇങ്ങനെ നമുക്ക് ആൻസർ കിട്ടും.